പെരുന്നാളുകൾ ഓരോന്നോരോന്ന് നടന്നുകൊണ്ടിരുന്നു. പഴയ നിയമ പെരുന്നാളുകൾ. പഴയ നിയമസഭ പുതിയ നിയമസഭയുടെ നിഴല. അതിനൊരു 7 വിധ പെരുന്നാളുകൾ കർത്താവ് കൊടുത്തു. അതിനകത്തെ പെസഹ പെരുന്നാൾ എന്നൊന്നുണ്ടായിരുന്നു. ആ പെസഹ പെരുന്നാൾ കാൽവറിയിൽ യേശു ക്രിസ്തുവിൻ്റെ പെസഹയാൽ പൂർത്തീകരിക്കപ്പെട്ടു. സഭയ്ക്ക് പെസഹ പെരുന്നാൾ കഴിഞ്ഞു. നമ്മുടെ പെസഹ കുഞ്ഞാട് മാറുക്കപ്പെട്ടു. കർത്താവായ യേശു ക്രിസ്തു തന്നെ എന്ന് പറയുന്ന പെസഹ പെരുന്നാൾ കഴിഞ്ഞു. അതിനടുത്തത് പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായിരുന്നു. പെസഹ പെരുന്നാൾ കഴിഞ്ഞാൽ തുടർന്നുള്ള 3 ദിവസങ്ങൾ പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാളായി ഈ ദൈവം കൊണ്ടാടി. അത് കർത്താവായ യേശു ക്രിസ്തു കല്ലറയിലിരുന്ന ദിവസങ്ങളായിരുന്നു. പുളിപ്പില്ലാത്ത അപ്പത്തിൻ്റെ പെരുന്നാൾ പുതിയ നിയമസഭയിൽ പ്രായോഗികമായി. അതിനടുത്തത് ആദ്യഫലക്കറ്റയുടെ പെരുന്നാളാണ്. ആദ്യമായി ആ വർഷം കൊയ്തെടുത്ത കറ്റ മഹാപുരോഹിതൻ ദൈവസന്നിധിയിൽ ഉയർത്തി അതിനെ നീരാജനം ചെയ്യുമ്പോൾ, യെരുശലേമിലെ ദേവാലയത്തിൽ ആദ്യത്തെ കറ്റ നീരാജനം ചെയ്യുമ്പോൾ ഉയർത്തെഴുന്നേറ്റവനായ ക്രിസ്തു മരിച്ചവരിൽ നിന്ന് ആദ്യഫലമായി കല്ലറകളെ വിട്ട് വെളിയിലേക്ക് ഇറങ്ങി. അതും നിവർത്തിക്കപ്പെട്ടു. അതിനടുത്തത് പെന്തക്കോസ് പെരുന്നാളാണ്. അന്നു മുതൽ 50 ദിവസങ്ങൾ കഴിയുമ്പോൾ, പെസഹ മുതൽ 50 ദിവസങ്ങൾ കഴിയുമ്പോൾ ഇസ്രായേൽ ആചരിച്ചിരുന്ന പെരുന്നാളായിരുന്നു പെന്തക്കോസ് പെരുന്നാൾ. പെന്തക്കോസ് പെരുന്നാളിൽ പഴയ നിയമ ഇസ്രായേൽ കാൽഹീൻ വീഞ്ഞും കാൽഹീൻ മദ്യവും കൊണ്ടുവന്ന്, ആ പദങ്ങൾ മറക്കരുത്, ദേവാലയത്തിലേക്ക് വീഞ്ഞും മദ്യവും കൊണ്ടുവരിക. അതെ, കാൽഹീൻ വീഞ്ഞും കാൽഹീൻ മദ്യവും കൊണ്ടുവന്ന് ആ യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുമായിരുന്നു. ആരും കുടിക്കത്തില്ല, യാഗപീഠത്തിൻ്റെ ചുവട്ടിൽ ഒഴിക്കുമായിരുന്നു. വരുവാൻ പോകുന്ന സാക്ഷാത്തായ പെന്തക്കോസ്തിൽ ഒരു ഉണർവുണ്ട്, അല്ലെങ്കിൽ ഒരു ലഹരിയുണ്ട് എന്ന് കാണിക്കേണ്ടതിനായിരുന്നു. പുതിയ നിയമത്തിലെ പെന്തക്കോസുകാർ ആ അനുഭവം അനുഭവിച്ചു. അതനുഭവിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ കൂടിയിരുന്നവർ പറഞ്ഞു, ഇവർ പുതുവീഞ്ഞ് കുടിച്ചവരാണെന്ന്. അല്ല, ഇതായിരുന്നു കഴിഞ്ഞ നൂറ്റാണ്ടുകളായി ഇസ്രായേൽ ചെയ്തു വന്നിരുന്നത്. അത്രയും പെരുന്നാളുകൾ നിവർത്തീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അടുത്ത പെരുന്നാൾ വരുവാനുള്ളത് കാഹളധ്വനിയുടെ പെരുന്നാളാണ്. ചില മാസങ്ങൾ കഴിഞ്ഞാൽ 2-3 സീസണുകളായിട്ടാണ് പെരുന്നാളുകൾ നടക്കുന്നത്. അതിലെ ഒരു സീസൺ കഴിഞ്ഞാൽ പെന്തക്കോസ് പെരുന്നാളോടുകൂടെ നീണ്ട മാസങ്ങളുടെ അവധിയാണ്. അത് കഴിഞ്ഞാൽ വീണ്ടും പിന്നത്തേതിൽ ആരംഭിക്കുന്ന പെരുന്നാളുകളുടെ 1ാമത്തെ പെരുന്നാളാണ് പഴയ നിയമത്തിൽ കാഹളധ്വനിയുടെ പെരുന്നാൾ. അൺഫിനിഷ്ഡ് ഫീസ്റ്റ് എന്ന് ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ 1ാമത്തേത് കാഹളധ്വനിയുടെ പെരുന്നാളാണ്. മഹാപുരോഹിതൻ കാഹളം ഊതി കാണിക്കുമായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു മടങ്ങി വരുമ്പോൾ മധ്യാകാശത്തിൽ തൻ്റെ കാഹളം ധ്വനിപ്പിക്കും. ക്രിസ്തുവിൽ മരിച്ചവർ, മോനെ ഇതൊന്ന് പ്ലേ ചെയ്താൽ കൊള്ളാം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് ലക്ഷോപലക്ഷം ദൂതസേവിതരിതാ യോഹന്നങ്ങളിൽ പാടി കണ്ടപ്പോൾ മേഘരൂഢരാ വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, വാനിൽ വാനിൽ വരുന്നു വാഴ്ത്തുവിൻ, കെരൂബുകൾ സറാഫു. മതി, കൂടുതൽ നമുക്ക് സമയമില്ല. അതുകൊണ്ട് ഞാൻ എൻ്റെ സമയത്തിൻ്റെ പരിമിതി നന്നായി അറിയാവുന്നത് കൊണ്ട് അതിനകത്ത് കണ്ടിന്യൂ ചെയ്യുന്നില്ല. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിൽ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് ഞാൻ കണ്ടു. ഈ വാക്യം ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഇന്ന് ആവർത്തിക്കും. മനുഷ്യപുത്രനോട് സദൃശനെന്ന് യേശുവിനെ, മശിഹയെ പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റ വാക്യം ഇതാണ്: മനുഷ്യപുത്രനോട് സദൃശനായ ഒരുവൻ. ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലുമാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് ഏദനിൽ നമ്മൾ കണ്ടു, അല്ലെങ്കിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ കണ്ടു. അതിനുശേഷം യേശുക്രിസ്തുവിനെ കുറിച്ച് പറയുന്ന ഭാഗങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശ്യൻ എന്ന് പഴയ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഒറ്റപ്പെട്ട ഭാഗമാണിത്. വരുന്നത് ഞാൻ കണ്ടു. ആകാശമേഘങ്ങളിൽ വരുന്നവൻ മനുഷ്യപുത്രന് സദൃശനായി എന്നോടും നിങ്ങളോടും സാമ്യമുള്ള അതേ ശരീരത്തിൽ, അതേസമയം തേജസ്സുറ്റവനായി മഹത്വമേറിയ ശരീരത്തിലായിരിക്കും ഇറങ്ങി വരുന്നത്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവെങ്കിൽ ജീവപുസ്തകത്തിൽ പേരുള്ളവനെയും പേരില്ലാത്തവനെയും 2ആയി വേർതിരിക്കും. ജീവപുസ്തകത്തിൽ പേരില്ലാതെ മരിച്ച് അടക്കപ്പെട്ടവരിൽ ഒരുത്തരും ഉയർത്തെഴുന്നേൽക്കയില്ല.
ജീവപുസ്തകത്തിൽ പേരുള്ളതായി മരിച്ച് അടക്കപ്പെട്ടവർ മുഴുവനും ആബാലവൃദ്ധം ഉയർത്തെഴുന്നേൽക്കും. കുറഞ്ഞപക്ഷം പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചിരിക്കണം. ഞാൻ ആ ഭാഗങ്ങൾ ഇന്ന് തൊടുന്നില്ല, ഞാനത് വിശദീകരിച്ചിട്ടുള്ളതാണ്. അവർ ഉയർത്തെഴുന്നേൽക്കും. രണ്ടായി ജനത്തെ തിരിച്ചു. ഇന്ന് നമ്മൾ ഒരുമിച്ചിരിക്കും. കർത്താവായ യേശു പണ്ടൊരിക്കൽ പറഞ്ഞൊരു പദം ഓർമ്മയുണ്ട്, കോതമ്പും കളയും ഒരുമിച്ച് വളരട്ടെ. കൊയ്ത്ത് സമയത്ത് ഞാൻ കൊയ്ത്തുകാരോട് അതിനെ രണ്ടായി വേർതിരിക്കുവാൻ പറയും. അങ്ങനെ സഭയിൽ ഇന്നുള്ളവർ രണ്ടായി തിരിയും, ലോകം രണ്ടായി തിരിയും. യേശുവിൻ്റെ മടങ്ങിവരവ് സംഭവിക്കും. ഇടുക്കുവാതിലിലൂടെ ഇന്നകത്ത് കടന്നവർ, എനിക്ക് തോന്നുന്ന കഴിഞ്ഞ ആഴ്ചകളിൽ ഞാനത് പറഞ്ഞെങ്കിലും ആ പദം സ്ട്രെസ് ചെയ്തില്ല, കാര്യം മറ്റു പലതും സ്ട്രെസ് ചെയ്തതുകൊണ്ട്. ഇടുക്കുവാതിലിലൂടെ ഇന്ന് കടന്നവർ അന്ന് ഉയർത്തെഴുന്നേൽക്കും. ഇന്ന് വിശാലമായ വാതിലിലൂടെ പോയവർ മണ്ണിൽ ഉറങ്ങും, അവരെഴുന്നേൽക്കത്തില്ല. ഇടുക്കുവാതിലിലൂടെ ഇന്ന് പോയവർ, മറക്കരുത്, കർത്താവായ യേശു ഇങ്ങനെ പറഞ്ഞു, നാശത്തിലേക്ക് പോകുന്ന വാതിൽ വീതിയുള്ളതും വഴിവിസ്താരവും അതിലെ പോകുന്നവർ അനേകരുമാകുന്നു. ജീവങ്കിലേക്ക് പോകുന്ന വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവും അതിലൂടെ കടക്കുന്നവർ ചുരുക്കവുമാണ്. രക്ഷിക്കപ്പെട്ട ശേഷം പൂർണ്ണ സ്വാതന്ത്ര്യമായി തോന്നിയതുപോലെ പോകാമെന്ന് പഠിപ്പിക്കുന്ന ഒരു പൈശാചിക ഫിലോസഫി ഭൂമിയിലുണ്ട്. ആ ഫിലോസഫിയിൽ പോയവരെ മുഴുവനും സാത്താനാണ് കൊണ്ടുപോയത്. അവർ വിശാലമായ വഴിയിൽ പോയവരാണ്. അവരുടെ പേര് ജീവൻ്റെ പുസ്തകത്തിലില്ല. ഒരിക്കലൊരു നല്ല ആരംഭം കുറിച്ച് ജീവപുസ്തകത്തിൽ പേര് വന്ന ശേഷം പേർ മായ്ക്കപ്പെട്ടവരും അനേകരുണ്ടെന്ന് മറക്കരുത്. അതുകൊണ്ടാണ് തിരുവചനം പറയുന്നത്, അങ്ങെഴുതിയ ജീവൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേർ മായ്ച്ചു കളകയില്ല. കർത്താവായ യേശു പറഞ്ഞു, അവൻ്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ക്കാതെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഏറ്റുപറയും. ഞാൻ ഓരോന്നിൻ്റെ റെഫറൻസസ് തൊടുന്നതേ ഉള്ളൂ, എടുത്ത് വിശദീകരിക്കുന്നില്ല. ജീവപുസ്തകത്തിൽ പേര് തുടരുന്നവർ എന്ന് ഞാൻ എടുത്തു പറയട്ടെ, അവരെല്ലാവരും ഉയർത്തെഴുന്നേൽക്കും. തുടർന്ന് മധ്യാകാശത്തിൽ അടുത്ത പെരുന്നാളാണ്. അൺഫിനിഷ്ഡ് പെരുന്നാളുകളിൽ അൺഫിനിഷ്ഡ് ഫീസ്റ്റിൽ രണ്ടാമത്തേതാണ് നടക്കുവാനുള്ളത്. 7 ദിവസം നീണ്ടു നിൽക്കുന്ന കൂടാരപ്പെരുന്നാൾ. കർത്താവായ യേശു ക്രിസ്തു സ്വർഗസിംഹാസനം വിട്ട് മണവാട്ടിയുടെ ഭവനമായ ഭൂമിയിലേക്ക് വരികയും മണവാട്ടി ഭൂമി വിട്ട് യേശുവിനെ എതിരേൽക്കാൻ മേഘങ്ങളിൽ എടുക്കപ്പെടുകയും ഇരുവരും തമ്മിൽ മേഘങ്ങളിൽ കണ്ടുമുട്ടുകയും ചെയ്യും എന്ന് മധ്യാകാശ വാഴ്ച എന്ന് പറയുന്ന ആ കാലഘട്ടമാണ് പഴയ നിയമത്തിലെ കൂടാരപ്പെരുന്നാൾ ചിത്രീകരിച്ചത്. 7 സംവത്സരങ്ങൾ നാം അവിടെയായിരിക്കും. ആ കാലഘട്ടങ്ങളിൽ ബേമ എന്ന ക്രിസ്തുവിൻ്റെ ന്യായാസനം വെളിപ്പെടും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ നാം ഈ ഭൂമിയിലായിരിക്കയില്ല. അന്ന് നമ്മൾ സ്വർഗത്തിലുമല്ല, മധ്യാകാശത്തിൽ ആയിരിക്കും. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ 2 കൊരിന്ത്യർ 5:10 അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ അഥവാ ബേമ എന്ന പദമാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചത്. അതിനു മുൻപാകെ വെളിപ്പെടേണ്ടതാകുന്നു. ഇവിടെ 40% പാസ് മാർക്ക് എന്ന് വെച്ചെങ്കിൽ, അല്ലെങ്കിൽ 80% പാസ് മാർക്ക് എന്ന് വെച്ചതെങ്കിൽ 80 മുതൽ 100 വരെ വാങ്ങിച്ചവരെല്ലാം ഒരുമിച്ച് ഉയർത്തെഴുന്നേറ്റു. പക്ഷേ 80 വാങ്ങിച്ചതാരാണ്? 81 വാങ്ങിച്ചതാരാണ്? 82 വാങ്ങിച്ചതാരാണ്? 99 വാങ്ങിച്ചതാരാണ്? 100 വാങ്ങിച്ചതാരാണ് എന്ന് വേർതിരിക്കുന്ന ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നാം ഒരുമിച്ച് ചെല്ലും. ഞാൻ കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ പറഞ്ഞതുപോലെ ഇത് ശിക്ഷാ കോടതിയല്ല, പകരം ഇത് സ്ഥാനനിർണയത്തിൻ്റെ കോടതിയാണ്. ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുൻപാകെ വരും. അവിടെ അവനവൻ്റെ പ്രതിഫലങ്ങൾ അവനവൻ ചെയ്തതിനൊത്തവണ്ണം വ്യത്യസ്ത വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട്, ഞാൻ ഈ പദങ്ങൾ വളരെ ഗൗരവമായി ഓർക്കുന്നു. ചില വർഷങ്ങൾക്ക് മുന്നമേ, ഏതാണ്ട് 6-7 വർഷങ്ങൾ, മേ ബി 10 വർഷത്തിന് അകം, ട്രിവാൻഡ്രത്ത് വെച്ച് ഒരിക്കലൊരു കർത്താവിൻ്റെ ദാസൻ എന്നോട് ഒരു ശക്തിയേറിയ വെളിപ്പാട് പറഞ്ഞു. അതിനകത്ത് അദ്ദേഹം പറഞ്ഞത്, ക്രിസ്തുവിൻ്റെ ചുറ്റും അനേക ഭക്തഗണങ്ങൾ നിൽക്കുന്നതായി ഒരു ദർശനത്തിൽ അദ്ദേഹം കണ്ടു. എം.എ. വർഗീസിനെ വിളിച്ചത് പറയണം എന്ന് പറഞ്ഞതുകൊണ്ട് വിളിച്ചു പറയുകയാണ് എന്നും അദ്ദേഹം പറഞ്ഞു. ചിലരുടെ വസ്ത്രങ്ങൾക്ക് 1 mm കനമേ ഉള്ളൂ, പക്ഷേ കംപ്ലീറ്റ്ലി ഒപ്പേക്കാണ്, ട്രാൻസ്പെറൻ്റ് അല്ല, അതുകൊണ്ട് നഗ്നത കാണത്തില്ല, 1 mm കനമേ ഉള്ളൂ. വേറെ ചിലരുടെ വസ്ത്രത്തിന് 4 സെൻറ്റിമീറ്റർ കനമുണ്ട്, ഭയങ്കര കട്ടിയുള്ളതാണ്. പക്ഷെ രണ്ടിനും മഹത്വം ഒരുപോലെയും മനോഹരത്വം ഒരുപോലെയുമാണ് ഒരളവിൽ. എല്ലാം ഒപ്പയ്ക്കാണ്, നഗ്നത കാണത്തില്ല. മാന്യമായ വസ്ത്രധാരണമാണെങ്കിലും 2 പേരുടെ വസ്ത്രങ്ങൾ ഒരുപോലെയല്ല. വ്യത്യസ്ത നിറങ്ങളിലും വ്യത്യസ്ത ചിത്രത്തയ്യലിലും വ്യത്യസ്തമായതായിരിക്കും അവരുടെ വസ്ത്രങ്ങൾ. ആ പദങ്ങൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവനവൻ ഭൂമിയിൽ ശരീരത്തിലായിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകലും തീയതാകലും
എന്തായാലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുൻപാകെ നിൽക്കേണ്ടതാണ്. അടുത്തത്, മശിഹയായവൻ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരികയും ദൈവത്തിൻ്റെ പഴയ നിയമത്തിൻ്റെ മന്ദിരത്തെ വീണ്ടും പണിതുകൊണ്ട് ആ പഴയ നിയമത്തിൻ്റെ മന്ദിരത്തിൽ ദൈവത്തെ ശുശ്രൂഷിക്കുകയും ചെയ്യും. പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അധികാരിയായി വന്ന് പുത്രൻ തമ്പുരാൻ ഈ ഭൂമിയിൽ തൻ്റെ സഭയെ സ്ഥാപിക്കുകയും അവിടെ പഴയ നിയമ ദേവാലയത്തെ പുനരുദ്ധരിച്ചുകൊണ്ട് അതേ ദേവാലയത്തിൽ ഭരിക്കുകയും ചെയ്യും. ഇത് മോശയുടെ കാലത്ത് ദൈവം കൊടുത്തതായ ഒരു പ്രമാണമാണ്. മരുഭൂമിയിൽ നീ ഒരു കൂടാരം പണിയണം. ആ കൂടാരത്തിൻ്റെ 4 വശത്തായി ഇസ്രായേൽ പാളയങ്ങൾ 12 പാർക്കണം. അവയുടെ നടുവിൽ ഞാൻ എൻ്റെ കൂടാരം വയ്ക്കും എന്ന് പറഞ്ഞതുപോലെ യെരുശലേമിൽ ദൈവത്തിൻ്റെ കൂടാരം വയ്ക്കും. ഇന്ന് അതായിരിക്കേണ്ട സ്ഥലം ദൈവത്തിനറിയാം. ഞാൻ അതിൽ കൂടുതൽ പറയുന്നില്ല. ആ സ്ഥലം യഹൂദൻ്റെ കയ്യിലല്ല, പക്ഷേ ആ സ്ഥലം അവരുടെ കയ്യിൽ വന്നിരിക്കും. അവരവിടെ ഒരാലയം പണിയും. പഴയ നിയമത്തിൽ യഹോവയുടെ തേജസ്സും മഹത്വവും ആലയത്തിൻ്റെ മുമ്പിൽ ഉയർന്നു നിൽക്കുന്നതായി അക്ഷരീക കണ്ണുകൾ കൊണ്ട് കാണാമായിരുന്നതുപോലെ ഈ ദേവാലയത്തിലും അക്ഷരീക കണ്ണുകൾ കൊണ്ട് കാണും. ഇസ്രയേലിൻ്റെ 12 ഗോത്രങ്ങൾ വട്ടത്തിൽ വന്ന് പാർത്തു കഴിഞ്ഞാൽ അതിൻ്റെ വെളിയിൽ ഭൂമിയിലുള്ള സകല ജാതികളും അന്നുണ്ടായിരുന്നത് പോലെ വരുവാനുള്ള ദേവാലയത്തിലും ഇസ്രയേലിനെ മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് അവരാദ്യത്തിൽ ആയിരിക്കും. ഒരു പക്ഷേ അതിനെക്കുറിച്ച് 100% തീർത്തു പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ. ഇതിനകത്തിരിക്കുന്ന നമ്മിൽ പലരും, വിശുദ്ധന്മാരിൽ പലരും ആ കൂട്ടത്തിൽ ഉണ്ടെന്ന് വരാം. കുറഞ്ഞപക്ഷം ഭരണാധികാരികളായി ചിലരെങ്കിലും നിർബന്ധമായും അവിടെ ഉണ്ടായിരിക്കും. ഞാൻ മുന്നോട്ട് പോകട്ടെ. അതിൻ്റെ വട്ടത്തിൽ ജാതികൾ ഉണ്ടായിരിക്കും. പുതിയ യെരൂശലേമിൽ ഉളവാകുന്ന നദിയെക്കുറിച്ച് പറഞ്ഞു. അതിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉതകും. അന്നും ജാതികൾ ഉണ്ടായിരിക്കും, രക്ഷിക്കപ്പെടാത്തവരുണ്ടായിരിക്കും. എങ്ങനെ എന്ന് ഞാൻ പിന്നത്തേതിൽ വിശദീകരിച്ചോളാം. അതിൻ്റെ വട്ടത്തിൽ ജാതികൾ ഉണ്ടായിരിക്കും. കർത്താവായ യേശു ക്രിസ്തു ഒരൊറ്റ രാജാവിൻ്റെ കീഴിൽ ഭൂമിയിലെ മുഴുവൻ ജനവും ഭരണത്തിൻ്റെ കീഴിൽ ആയിരിക്കും. ഒരൊറ്റ രാജാവ് അവരെ ഭരിക്കും. ഭൂമിയുടെ ഭരണ ചുമതല പ്രത്യേകിച്ച് നോക്കേണ്ടതിന് കർത്താവായ യേശു ഭൂമിക്ക് രാജാവായി ഭൂമിയുടെ ചുമതല നോക്കുകയും അതിൻ്റെ അക്ഷരീകമായ കേടുപാടുകൾ വരെ പരിഹരിച്ചുകൊണ്ട് ഭൂമിയുടെ ദുരന്തങ്ങളും വരെ നീക്കിക്കൊണ്ട് ആ ഭൂമിയുടെ ചുമതല നോക്കുകയും ആ രാജാവിൻ്റെ കീഴിൽ മുഴുപ്രപഞ്ചവും ഭരിക്കപ്പെടുകയും ചെയ്യും. ഇത് അല്പം കൂടെ ഗൗരവമാണ്. ഞാൻ പറഞ്ഞാൽ ആനുകാലിക സംഭവങ്ങൾ വളരെയാണ്. ഗ്രഹങ്ങളുടെ നിലയും നക്ഷത്രമണ്ഡലങ്ങളുടെ നിലയും അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൂചന മാത്രം ഞാൻ ഇങ്ങനെ പറയാം. ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് അതിവേഗതയിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഐ റിപ്പീറ്റ്, ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് അതിവേഗതയിൽ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളുകൾ വിചാരിക്കുന്നത് ചില വർഷങ്ങൾ കൊണ്ട് ഇന്നത്തെ സ്ഥിതിയിൽ തുടരുമെങ്കിൽ അത് ഒരു 90 ഡിഗ്രിയോളം മാറിയിരിക്കും ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത്. എന്തുകൊണ്ടാണ് മാഗ്നറ്റിക് നോർത്ത് മാറിക്കൊണ്ടിരിക്കുന്നത്? നോർത്തും സൗത്തും ഒരുപോലെ തന്നെ മാറിക്കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് മാറുന്നത്? പ്രപഞ്ചത്തിൻ്റെ നിലകളനുസരിച്ച്, പ്രപഞ്ചത്തിലെ നക്ഷത്രങ്ങളുടെയും നക്ഷത്രമണ്ഡലങ്ങളുടെയും നിലകളനുസരിച്ച് ആകർഷണ വികർഷണങ്ങൾക്ക് ഭൂമി വിധേയമാകുന്നത് കൊണ്ടാണ് ഇങ്ങനെയാകുന്നത്. ഒരു സയൻറ്റിഫിക് ആർട്ടിക്കിളിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ കണ്ടു. ചുരുങ്ങിയ വർഷങ്ങൾ കഴിഞ്ഞാൽ വടക്ക് നോക്കി യന്ത്രം പ്രവർത്തിക്കാത്തത് കൊണ്ട് കപ്പലുകളുടെ ദിശ തെറ്റും. വടക്ക് നോക്കി യന്ത്രം പ്രവർത്തിക്കാത്തത് കൊണ്ട് ഫ്ലൈയിങ് ഒബ്ജക്റ്റുകൾ, എയർക്രാഫ്റ്റുകളുടെ ഗതിമാറും. അവർക്ക് പറക്കുവാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് എത്തും. ഓൾട്ടർനേറ്റീവ് സിസ്റ്റംസ് ഉണ്ടാക്കേണ്ടതായി വരും. കാര്യം ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് മാറുകയാണ്. ഞാൻ അതുകൊണ്ടാണ് മുഴുപ്രപഞ്ചവും ഒരു രാജാവിൻ്റെ കീഴിലാകുമെന്ന് പറഞ്ഞത്. പണ്ടുണ്ടായിരുന്നതുപോലെ ഒരു സാഹചര്യത്തെ ദൈവം തിരിച്ചു കൊണ്ടുവരും. നീതിയിൽ ഭരണം നടത്തേണ്ടതിന് പ്രധാന ഭരണാധികാരിയായ ക്രിസ്തുവിനോടുകൂടെ 12 സിംഹാസനങ്ങളിൽ അപ്പോസ്തലന്മാരിയ്ക്കും എന്ന് കർത്താവ് കൽപ്പിച്ചു. അപ്പോസ്തോലിക യുഗം കൊണ്ട് ഭരണം തീർന്നില്ല. പൗലോസ് തിരിച്ചു പറയുന്നത്, നിങ്ങൾ ദൂതന്മാരെ വിധിക്കുമെന്നറിഞ്ഞുകൂടെ? നിങ്ങൾ ലോകത്തെ ന്യായം വിധിക്കേണ്ടവരാണ്. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ 12 സിംഹാസനങ്ങളിൽ ഇരുന്ന് എന്നോടുകൂടെ ഇസ്രായേൽ ഗോത്രം 12 ന്യായം വിധിക്കും. പൗലോസ് അപ്പോസ്തലൻ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ചേർക്കടാ മോനെ, നിങ്ങൾ ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ്. വലിയ ന്യായാസനങ്ങൾ ഉണ്ടായിരിക്കും, വലിയ ന്യായപീഠങ്ങൾ ഉണ്ടായിരിക്കും. അന്ന് തിരുസഭ അതിലെ പ്രമാണികൾ നീതിയിൽ ഭരണം നടത്തും. ഈ ഭൂമിയുടെ ഭരണം നോക്കുവാൻ നിമ്രോദിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു. തുടർന്ന്
പതിനായിരക്കണക്കിന് ഭരണാധികാരികളെ ദൈവം ലോകം മുതലാക്കി, ലോകത്തിൽ മുഴുവനാക്കി. കൊച്ചു ക്ലാസ്സുകളിൽ പഠിപ്പിക്കുന്ന ക്ലാസ് ടീച്ചർ മുതൽ സാമ്രാജ്യങ്ങളുടെ സാമ്രാട്ടുകൾ വരെ ഒരുപാട് ഭരണാധികാരികൾ ഭരിച്ചിട്ടും നീതിയിൽ ഭരണം കൊണ്ടുപോകുവാൻ ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല. എന്നാൽ നീതിയോടെ ഭരിക്കുന്ന ഒരു ഭരണകൂടം പിന്നത്തേതിലുണ്ടാകും. ഫിലിപ്പ് ലേഖനം 3:21 അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തൻ്റെ വ്യാപാര ശക്തി കൊണ്ട് നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും. We shall all change ourselves in our physical body. നമ്മുടെ ശരീരം ചേഞ്ച് ചെയ്യുമ്പോൾ മറക്കരുത്, മനുഷ്യപുത്രനോട് സദൃശനായി നമ്മളും മാറുകയാണ്. ക്രിസ്തു മനുഷ്യപുത്രനോട് സദൃശനായി. ഇവിടെ ഞാൻ പറഞ്ഞത് ഈ വാക്യം ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുമെന്ന്. ദാനിയേൽ പ്രവചനം 7:13 മനുഷ്യപുത്രനോട് സദൃശനായി ഒരുവനെ കണ്ടു, നാം അവനെ കാണുമ്പോൾ അവൻ ഇരിക്കും പോലെ കാണേണ്ടതിന്. അത് യോഹന്നാൻ്റെ ലേഖനത്തിലാണ്. നാം അവനോട് അനുരൂപന്മാരാകും, നാം അനുരൂപരായി മാറും. എവിടെ? ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ളതായ ആ ബീമായിൽ വെച്ച് നാം അനേകരും ക്രിസ്തുവിന് അനുരൂപരായി മാറും. അങ്ങനെ ആകുമോ ഇല്ലയോ? അന്നും ജാതികളുണ്ട്, അന്നും ക്രിസ്തുവിന് അനുരൂപമല്ലാത്തവർ ഉണ്ട്. ആ കാര്യം മറക്കരുത്. എവിടെയായിരിക്കുമെന്ന് തിരഞ്ഞെടുത്ത് തീരുമാനിക്കുന്നത് ഈ ദിവസങ്ങളിലാണ്. അതുകൊണ്ടാണ് ഞാൻ പലപ്പോഴും സാധാരണക്കാർ പോകുന്നതിനേക്കാൾ ഒരല്പം കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് വസ്ത്രധാരണ രീതികളിലും മേക്കപ്പിലും വരെ ക്രിസ്തുവിന് അനുരൂപരായി ഇവിടെ വെച്ച് മാറുക എന്ന് ഇൻസിസ്റ്റ് ചെയ്യുന്നത് ഏതു പുരുഷനെയും ക്രിസ്തുവിൽ തികഞ്ഞവനാക്കുക എന്ന ആശയത്തിൻ്റെ ഭാഗമാണത്. ഇവിടെ 1000 ആണ്ട് വാഴ്ച ആരംഭിക്കും, മില്ലീനിയം. ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും എടുത്തു പറഞ്ഞു, മില്ലീനിയം എന്ന പദം മില്യൺ എന്ന് സാധാരണഗതിയിൽ പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. പക്ഷേ ഇത് ഇംഗ്ലീഷിലെ മില്യൺ അല്ല. വേറെ ഏതു ഭാഷയിൽ നിന്ന് ഒന്നുകൂടെ ചെക്ക് ചെയ്യണമെന്നുണ്ടായിരുന്നു, ഒത്തില്ല. ആരെങ്കിലും ചെക്ക് ചെയ്തായിരുന്നു? പ്രോബബ്ലി ഗ്രീക്കിലാണ്. ആരെങ്കിലും ചെക്ക് ചെയ്തായിരുന്നു? ഇല്ല. ഞാനും ചെക്ക് ചെയ്യാൻ ഒത്തില്ല. പ്രോബബ്ലി ഗ്രീക്കിലാണ് മില്യൺ എന്ന് പറഞ്ഞാൽ 1000 എന്ന അർത്ഥം. ഞാൻ പറഞ്ഞാൽ ഇംഗ്ലീഷിൽ മില്യൺ എന്ന് പറഞ്ഞാൽ 10 ലക്ഷം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. എന്നാൽ മില്യൺ എന്ന് പറഞ്ഞാൽ വേറെ ഏതോ ഒരു ഭാഷയിൽ ചെക്ക് ചെയ്യാൻ ഒത്തില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം സമയത്ത് ചെക്ക് ചെയ്യാം, ഞാൻ തന്നെ ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. രണ്ടായാലും ഏത് ഭാഷയാണെന്ന് മാത്രം 100% അക്യുറേറ്റായിട്ട് മില്യൺ എന്ന് പറഞ്ഞാൽ 1000 എന്നർത്ഥമുള്ള ഒരു ഭാഷയുണ്ട്. അതുകൊണ്ടാണ് മില്യനിയം എന്നതിനെ വിളിച്ചത്. 1000 ആണ്ടത്തെ വാഴ്ച. സഖരിയ പ്രവചനം 14:9 യഹോവ സർവ്വഭൂമിക്കും രാജാവാകും. അന്നാളിൽ യഹോവ ഏകനും അവൻ്റെ നാമം ഏകവും ആയിരിക്കും. ഞാനിത് ഇംഗ്ലീഷിലും മലയാളത്തിലും രണ്ടിടത്തും കൊടുത്തിട്ടുണ്ട്. അന്ന് ദ റിയൽ സാബത്തായിരിക്കുമെന്ന് പറഞ്ഞാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നിർത്തിയത്. യഥാർത്ഥ ശബത്ത് ദൈവം സൃഷ്ടിക്കുന്ന സമയത്ത് പ്രപഞ്ചത്തിനുണ്ടായിരുന്ന അതേ സാഹചര്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരും. അതുകൊണ്ടാണ് ഈ മാഗ്നറ്റിക് നോർത്തുമൊക്കെ മാറിക്കൊണ്ടിരിക്കുന്നത്. പണ്ടത് എവിടെയായിരുന്നു അവിടെ തന്നെ വന്നു നിൽക്കും. ഓരോ ശിക്ഷകളുടെ നടുവിൽ വ്യത്യസ്ത നക്ഷത്രമണ്ഡലങ്ങളിൽ പാർക്കുന്ന ദൂതന്മാരെ ശിക്ഷിക്കുന്ന കൂട്ടത്തിൽ ഒരുപാട് നക്ഷത്രങ്ങൾ കത്തിപ്പോകുന്നതിനൊത്തവണ്ണം പുതിയ നക്ഷത്രങ്ങളെ സ്വർഗത്തിലെ ദൈവമാക്കിയിരിക്കും. നമ്മൾ ഈ പാട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ, ഈ കുഞ്ഞുങ്ങൾ ഇപ്പോൾ പ്രൊജക്റ്റ് ചെയ്യരുത്, പാട്ടൊക്കെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഈ സ്റ്റേജിൽ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ഏതാണ്ട് കല്ലുകൾ തെറിക്കുന്ന പോലൊക്കെ കാണാം. അത് മുഴുവനും നക്ഷത്രമണ്ഡലങ്ങളെ കുറിക്കുന്നതായ ഒരു കാഴ്ചയാണ്. കുഞ്ഞുങ്ങളത് കട്ട് ചെയ്തിട്ടു. പ്രൈസ് ദി ലോർഡ് ഫോർ ഇറ്റ്. അവിടെ നക്ഷത്രങ്ങൾ പുതുതായി ജന്മമെടുക്കുന്നതും നക്ഷത്രങ്ങൾ പുതുതായി നിർമ്മിക്കപ്പെടുന്നതും അവയുടെ സ്ഥാനചലനം സംഭവിക്കുന്നതിനാൽ ഭൂമിയുടെ മാഗ്നറ്റിക് നോർത്ത് അക്ഷരീയമായി ലിറ്ററലി വിസിബിളി മാറിക്കൊണ്ടിരിക്കുന്നതും എല്ലാം ഇതിൻ്റെ കാരണമാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ ചെറിയ പ്രായത്തിൽ, അല്ലെങ്കിൽ ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന ആ സമയത്ത്, മേ ബി 1990 അടുക്കൽ ട്രൂ നോർത്തും മാഗ്നറ്റിക് നോർത്തും തമ്മിൽ ഏതാണ്ട് 2.5 ഡിഗ്രിയുടെ വ്യത്യാസമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് അത് അപ്രോക്സിമേറ്റ്ലി 9 ഡിഗ്രി കഴിഞ്ഞു എന്നാണ് എൻ്റെ അറിവ്. ലേറ്റസ്റ്റ് ഞാൻ ചെക്ക് ചെയ്തില്ല. 9 ഡിഗ്രി കഴിഞ്ഞതുവരെ എനിക്കറിയാം. എന്തുകൊണ്ട് സംഭവിക്കുന്നു? പഴയ നക്ഷത്രങ്ങൾ പലതും കരിഞ്ഞു മാറുന്നു. എന്തുകൊണ്ടെന്ന് പറയാൻ ശാസ്ത്രത്തിന് അറിഞ്ഞുകൂടാ. അങ്ങനെ ആണെന്ന് മാത്രമേ അറിയത്തുള്ളൂ. പുതിയ നക്ഷത്രങ്ങൾ ജന്മമാകുന്നു. വേദപുസ്തകത്തിൻ്റെ ചരിത്രപ്രകാരം വ്യത്യസ്ത ദൂതന്മാർ പാപത്തിലകപ്പെട്ടതിനാൽ അവരുടെ അകൃത്യം തികയുന്നതിനെ ദൈവം ശിക്ഷിക്കുകയും മണ്ഡലങ്ങളെ കത്തിച്ചു കളയുകയും പുതിയ മണ്ഡലങ്ങൾ അവയ്ക്ക് പകരം ദൈവം സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നാൽ പ്രപഞ്ചത്തിൻ്റെ സ്ഥിതി പൂർവ്വകാലത്തേക്ക് മടക്കിക്കൊണ്ടുവരികയും അത് കണ്ട ഒരു നിർവൃതി അല്ലെങ്കിൽ സാബത്ത് ദൈവം അംഗീകരിക്കുകയും ചെയ്യും. യേശു രാജാവായി. അന്ന് സാത്താനെ 1000 വർഷത്തേക്ക് ചങ്ങലയിട്ട് മാറ്റും. ഭൂമിയിൽ പാപവും ദോഷവും കാണുകയില്ല. അന്ന് ഒരുപാട് സംഭവങ്ങൾ നടക്കും. ഇവിടം വരെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഫിനിഷ് ചെയ്തത്. ഇന്ന് തിരിച്ച് തുടരാൻ പോകുകയാണ്.
ഒരു റിവിഷൻ ഒന്ന് പോകണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. ഒന്ന് സൂചിപ്പിച്ചു എന്ന് മാത്രം. യൂട്യൂബിൽ നിന്ന് പിന്നത്തേതിൽ കാണുന്നവരുണ്ടെങ്കിൽ ഇത് നിങ്ങൾ ഒന്നുകൂടെ കണ്ടു. ഞാനിപ്പോൾ ഒന്നുകൂടെ എടുക്കാം. യേശുക്രിസ്തു രാജാവായിരിക്കും, യേശുക്രിസ്തു പുരോഹിതനായിരിക്കും, യേശുക്രിസ്തു പ്രവാചകനായിരിക്കും. ഒരു രാജാവ് നീതിയോടെ വാഴും. യെശയ്യാവിൻ്റെ പുസ്തകം 32:1 ഇവിടെ നിങ്ങൾ കണ്ടത് അതുതന്നെയാണ്. അതിനൊരു അല്പം കൂടെ വിശദമായി കാണിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. യെശയ്യാവിൻ്റെ പുസ്തകം 32:1 ഒരു രാജാവ് നീതിയോടെ വാഴും, പ്രഭുക്കന്മാർ ന്യായത്തോടെ ഭരണം നടത്തും. ഇന്നുവരെ ഭൂമിയിൽ കണ്ടിട്ടില്ലാത്ത ഒന്നാണത്. നിമ്രോദിൻ്റെ കാലം മുതൽ ഇന്നുവരെ, നിമ്രോദിൻ്റെ കാലത്ത് നിർബന്ധിത മതപരിവർത്തനമുണ്ടായിരുന്നു. നിമ്രോദിൻ്റെ കാലത്ത് ഇഷ്ടമുള്ള ദൈവത്തെ ആരാധിക്കുവാൻ സ്വാതന്ത്ര്യം കൊടുത്തിരുന്നില്ല. അഗ്നിദേവനെ ആരാധിക്കാത്തവരെ ചുട്ടുകളയുവാൻ നിമ്രോദ് തയ്യാറായിരുന്നു. ഞാൻ പറയാം, ആ ഭാഗങ്ങൾ ബൈബിളിലില്ല, സാധാരണ ചരിത്രത്തിലും കിട്ടത്തില്ല. എന്നാൽ മുസ്ലിംസിൻ്റെ ചരിത്രത്തിൽ അത് കിടപ്പുണ്ട്. ഒരു പ്രാവശ്യം ഞാനിവിടെ പറഞ്ഞിരുന്നു, ആവശ്യമുള്ളവർ പ്രോഫറ്റ് ഏബ്രഹാം അണ്ടർ ഫയറി ട്രയൽ എന്ന് മാത്രം ഗൂഗിളിൽ നോക്കിയാൽ ഈ ചരിത്രം ഇറങ്ങി വരും. മുസ്ലിംസിൻ്റെ ചരിത്രമാണത്. പ്രവാചകനായി അവരംഗീകരിക്കുന്ന അബ്രഹാമിനെ, നാം പിതാവായി അംഗീകരിക്കുന്ന അബ്രഹാമിനെ അന്ന് നിമ്രോദ് അഗ്നിയെ ആരാധിക്കുവാൻ നിർബന്ധിക്കുന്ന രംഗങ്ങളാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഒരു ആരാധന രീതികൾ ചിലതിലെല്ലാം കമ്പൽഷൻ ഉണ്ടായിരുന്നു. അവിടെ മുതൽ 1000 രാജാക്കന്മാർ ഭരണത്തിന് വന്നു, ഭരണാധികാരികൾ വന്നു. പക്ഷെ നീതിയുള്ള ഭരണം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. കേരളത്തിൽ ഒരു പഴയ പാട്ടുണ്ട്, മാവേലി നാടുവാണിരുന്ന കാലം, നാട്ടുകാരെല്ലാം ഒന്നുപോലിരുന്നെന്ന്, ഒരു വര പോലെ കണ്ടെന്ന്. അത് കവിഞ്ഞ് ഒന്നും അതിനർത്ഥമില്ല. നീതിയോടെ ഭരണം നടന്ന ഒരു ചരിത്രം ഭൂമിയിൽ ഉണ്ടായിട്ടില്ല. ആ ചരിത്രം തെളിയിക്കുവാൻ യേശു ഇറങ്ങി വരികയും ഒരു രാജാവ് നീതിയോടെ വാഴുകയും പ്രഭുക്കന്മാർ ന്യായത്തോടെ ഭരണം നടത്തുകയും ചെയ്യും. മലാഖി പ്രവചനം 4-ാം അധ്യായത്തിൻ്റെ 2-ാമത്തെ വാക്യത്തിൽ യഹൂദയുടെയും യെരുശലേമിൻ്റെയും വഴിപാട് പുരാതന കാലത്ത് എന്ന പോലെയും പണ്ടത്തെ നാളുകളിലെ പോലെയും യഹോവയ്ക്ക് പ്രസാദമായിരിക്കും. അന്ന് ജാതികളും ആരാധിക്കും, യഹോവയുടെ സന്നിധിയിൽ വന്നാരാധിക്കും. അങ്ങനെ ആലയം സെറ്റിൽ ചെയ്യും. ആ കാര്യം ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 33:24 എനിക്ക് ദീനമെന്ന് യാതൊരു ഭൂനിവാസിയും പറയുകയില്ല. അതൊരു വലിയ കാര്യമാണ് കേട്ടോ. എനിക്ക് ദീനമായിരിക്കുന്നുവെന്ന് ഒരു ഭൂനിവാസിയും പറയത്തില്ല. എന്ന് പറഞ്ഞാൽ രോഗമില്ല എന്നൊരർത്ഥമില്ല, ഉണ്ട്, പക്ഷെ അണ്ടർ കൺട്രോൾ. കാര്യം ഒരു വൃക്ഷത്തിൻ്റെ ഫലം വൃക്ഷത്തിൻ്റെ ഇല ജാതികളുടെ രോഗശാന്തിക്ക് ഉപയോഗിക്കും. രോഗമുണ്ടെങ്കിലും ബിയോണ്ട് കൺട്രോൾ, പിടിച്ചു നിൽക്കാൻ വയ്യാത്തതുപോലെ ഒന്നുമില്ല. ഒരുത്തന് ദീനമാണെങ്കിൽ ആരോടും പറയേണ്ട കാര്യമില്ല. അതിനുള്ള ചികിത്സാ വിധികളും അവന് അന്നേരം തന്നെ ലഭ്യമായിരിക്കും. ഒരു രാജാവ് നീതിയോടെ വാണാൽ എന്തൊക്കെ സംഭവിക്കും. ആനിമൽ കിങ്ഡത്തിന് എന്ത് സംഭവിക്കും? യെശയ്യാവ് 11:6 ചെന്ന കുഞ്ഞാടിനോടുകൂടെ മേയും, പുള്ളിപ്പുലിയും മൃഗങ്ങളും ഒരുമിച്ച് കഴിയും. സിംഹം കാള എന്ന പോലെ പുല്ല് തിന്നും, കൊച്ചുകുട്ടികൾ സർപ്പത്തിൻ്റെ പൊത്തിൽ കൈയിടും. ആനിമൽ വേൾഡ് മാറിക്കഴിഞ്ഞിരിക്കും. യെശയ്യാവിൻ്റെ പുസ്തകം 60:1 നിന്റെ മേലോ യഹോവ ഉദിക്കും, കൂരിരുട്ട് ജാതികളെ മൂടും, ഇരുട്ട് ജനത്തെ മൂടും. എന്നാൽ നിന്റെ മേലെ യഹോവ ഉദിക്കും, ദൈവജനത്തോടുകൂടെ ദൈവിക സാന്നിധ്യം ഉണ്ടായിരിക്കും. ഞാൻ സഹസ്രാബ്ദ വാഴ്ചയുടെ കാലങ്ങളെ തൊടുകയാണ്. യോവേലിൻ്റെ പുസ്തകം 3:18 കുന്നുകൾ പാലൊഴുക്കും. അന്ന് നദി പോലെ പാലൊഴുകുന്ന, മുന്തിരിത്തോട്ടങ്ങളിൽ മുന്തിരികൾ ഉണ്ടാകുന്ന, ദേശത്ത് മുഴുവനും സമൃദ്ധി ഉണ്ടാകുന്ന, കൃഷിഫലങ്ങൾ സമർത്ഥമായി വരുന്ന, മൃഗഫലങ്ങൾ സമർത്ഥമായി വരുന്ന ഒരു സാഹചര്യം കാണും. സങ്കീർത്തനങ്ങൾ 72:16 പർവ്വതങ്ങളുടെ മുകളിൽ ധാന്യ സമൃദ്ധി ഉണ്ടാകും, ധാന്യങ്ങളും സമർത്ഥമായി ഉണ്ടാകും. ഞാൻ സഹസ്രാബ്ദ വാഴ്ചയുടെ ഒരു സമ്മറി ഒന്ന് പറയുകയാണ് അന്നത്തെ ഭൂമിയുടെ കണ്ടീഷൻ. യെശയ്യാവിൻ്റെ പുസ്തകം 65:17 പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെയും കണ്ടു. ഞാനത് കളറിൽ കൊടുത്തിരിക്കുന്നതിൻ്റെ കാരണം, പണ്ട് ഇവിടെ ആ ശാപവും അനുഗ്രഹവും വെക്കുമ്പോൾ ഈ ആകാശത്തെയും ഈ ഭൂമിയെയും സാക്ഷിയാക്കിയാണ് ദൈവം അനുഗ്രഹവും ശാപവും വെച്ചത്. ശാപത്തിൽ നിന്ന് ജനം വിമുക്തരായി മാറും. ആകയാൽ ഇന്നുള്ള ആകാശം മാറി, ഇന്നുള്ള ഭൂമി പോയി, ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. യെശയ്യാവ് 65:20 മനുഷ്യൻ്റെ ആയുസ്സിനെ കുറിച്ച് പറയുകയാണ്. കുറേ ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടി അന്നുണ്ടായിരിക്കത്തില്ല.
ശിശുമരണങ്ങൾ അന്ന് കാണത്തില്ലെന്ന് ചുരുക്കം. ശിശുമരണങ്ങൾ അന്നുണ്ടാകയില്ല. കുറച്ച് ദിവസം മാത്രം ജീവിക്കുന്ന കുട്ടിയും ഉണ്ടാകയില്ല. മുഴുവൻ വേണ്ടവർ 65-20 വായിച്ചോണം. ആയുസ് തികയാത്ത വൃദ്ധൻ അന്നുണ്ടാകയില്ല. ആയുസ് തികഞ്ഞിരിക്കും. എന്തായിരിക്കും ആയുസ് എനിക്കറിഞ്ഞുകൂടാ. ആദാമിൻ്റെ ആയുസ് 900 വർഷത്തോളമായിരുന്നെങ്കിൽ അതിൻ്റെ താഴോട്ട് വരാൻ സാധ്യതയില്ല. ഏതാണ്ട് 1000 ആണ്ട് അടുത്ത ഒരു സമയമായിരിക്കുമെന്നുള്ളത് ആയുസ് തികയാത്ത വൃദ്ധനും കാണത്തില്ല. ബാലൻ 100 വയസ്സ് മാത്രം പ്രായമുള്ളവനായിരിക്കും. ബാല്യകാലത്തെ 100 വയസ്സ് വരെ ബാല്യകാലമെന്ന് എണ്ണുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. കാര്യം മനുഷ്യൻ്റെ ആയുസ് വൃക്ഷത്തിൻ്റെ ആയുസ് പോലെ നീണ്ടത് ആയിരിക്കും. യെശയ്യാവ് 30:26 സൂര്യൻ്റെ പ്രകാശം 7 ഇരട്ടിയായി വർദ്ധിക്കും. ചന്ദ്രൻ്റെ പ്രകാശം സൂര്യനെ പോലെ വർദ്ധിക്കും. വിളവ് വർദ്ധിക്കുവാനും ജന്തുക്കളുടെ സ്വഭാവം മാറുവാനും പ്രൊഡക്ടിവിറ്റി മാറുവാനും പ്രധാനമായ കാരണം പകലിൻ്റെയും രാത്രിയുടെയും ചൂടിൻ്റെ കുറവും പ്രകാശത്തിൻ്റെ വർധനവുമാണ്. അത് നടന്നിരിക്കും. കാര്യം ഇന്നുള്ള ഭൂമിയോട് താരതമ്യം ചെയ്യുവാൻ പലതുകൊണ്ടും കഴിയാത്ത പുത്തൻ സ്വഭാവമുള്ള ഒരു സഹസ്രാബ്ദ യുഗം ഉണ്ടായിരിക്കും. ഞാനിവിടെ ഒന്ന് നിൽക്കട്ടെ. ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു ഞാൻ തിരിച്ചു വരാമെന്ന്. ഞാനൊന്ന് തിരിച്ചു വരാൻ പോകുകയാണ്. 3-ാം ലോക മഹായുദ്ധവും അതിൻ്റെ കെടുതികളും നടക്കും. എതിർക്രിസ്തുവിൻ്റെ ഭരണം അതിശക്തമായി നടക്കും. അത് 7 വർഷമെന്നാണ് പൊതുവെ നമ്മൾ വിശ്വസിക്കപ്പെടുന്നത്. അതെ, അങ്ങനെ തന്നെ. എന്നാൽ പലയിടത്തും ഞാനിങ്ങനെ എടുത്തു പറഞ്ഞു, ഇതെൻ്റെ മാത്രം ചിന്തയാണ്. ആർക്കെങ്കിലും വിരോധമുണ്ടെങ്കിൽ നിങ്ങൾ ആ ഭാഗം അങ്ങ് മായിച്ചേക്ക്. അതിനെക്കുറിച്ച് കേൾക്കണമെന്നില്ല. പക്ഷെ ബഥേൽ അറിഞ്ഞിരിക്കാൻ വേണ്ടി പലതിലും ദൈവം ചെയ്യാറുള്ള ഒരു കാര്യം, ഒരു പരന്തിറ്റിക്കൽ ക്ലോസ് വെക്കും. പുത്രൻ്റെ മടങ്ങിവരവിൻ്റെ സമയം പിതാവല്ലാതെ പുത്രൻ പോലും അറിയുന്നില്ല. അത് രഹസ്യമായി സൂക്ഷിച്ചതാണ്. യേശുക്രിസ്തുവിൻ്റെ മടങ്ങിവരവ് ഇന്ന സമയത്തായിരിക്കുമെന്ന് ഞാൻ ഒരിക്കലും പ്രസ്താവിച്ചിട്ടില്ല. പ്രസ്താവിക്കാൻ എനിക്ക് ഒക്കത്തില്ല. എന്നാൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ മിടുക്കരായി മുന്നോട്ട് വന്ന പ്രവാചകന്മാരിൽ ചിലർ, അങ്ങനെ മാത്രം പറഞ്ഞാൽ വിടുക, 2020 യേശു വരും എന്ന് പ്രവചിച്ചിരുന്നു. ഐ റിപ്പീറ്റ്, ഇന്ത്യയുടെ ചരിത്രത്തിൽ അതിപ്രധാനമായി പ്രയോജനപ്പെട്ട, ഇന്നും പേര് നിലനിർത്തുന്ന കർത്താവിൻ്റെ ദാസന്മാരിൽ ഒരാളെങ്കിലും കർത്താവ് യേശു 2020 വരും എന്ന് പ്രവചിച്ചിരുന്നു. ഏറെക്കുറെ അത് നിറവേറും എന്ന് എനിക്കും തോന്നിയിരുന്നു. കാരണം അജണ്ട 2020 എന്നൊന്ന് UNO ഉണ്ടാക്കി. UNO അതൊരു സാധാരണ രഹസ്യമല്ല. ലോകത്തിൽ മുഴുവനും പരസ്യപ്പെടുത്തിയതും ഇന്നും UN ചരിത്രത്തിൽ കിടക്കുന്നതുമാണ് അജണ്ട 2020. ഈ 2020 ആകുന്നതോടെ ഏക ലോക ഗവൺമെൻറ് ഉണ്ടാകണമെന്നും ഒറ്റ കറൻസി ലോകത്തിൽ മുഴുവനും വേണമെന്നും ഒരൊറ്റ വ്യക്തി ഭരിക്കണമെന്നുമുള്ള ആ ചിന്താഗതികൾ ലോകത്തിലുണ്ടായി. അന്ന് എതിർക്രിസ്തു ടേക്ക് ഓവർ ചെയ്യുവാൻ ഓൾമോസ്റ്റ് തയ്യാറായതാണ്. പക്ഷേ പുത്രൻ്റെ താല്പര്യപ്പെടും. ഒരു പക്ഷേ ഇന്നത്തെ മെസ്സേജിൽ ഉൾപ്പെടെ ചിലരും കൂടെ വ്യത്യാസത്തിലേക്ക് വരേണ്ടതിന്, അവർക്കൊരവസരം അനുവദിക്കേണ്ടതിന് കർത്താവ് ഒരു കൊറോണ അയച്ചു. ആ ഒറ്റ കൊറോണയാലാണ് 2020 നടക്കാതിരുന്നത്. മനുഷ്യ ശരീരത്തിൽ 666 എന്ന അക്കം കുറിക്കുന്ന സംഖ്യകൾ കുത്തേണ്ടതിന് വേണ്ടി ചിപ്പുകൾ ഉണ്ടാക്കിയതിൻ്റെ പേറ്റന്റ് നമ്പർ വരെ അന്ന് പ്രസിദ്ധീകരിച്ചതാണ്. ഞാനും ഇവിടെ പ്രൊജക്റ്റ് ചെയ്ത് കാണിച്ചതാണ്. UNO അന്ന് തന്നെ ഇങ്ങനെ പറഞ്ഞു, അഥവാ 2020 നടന്നില്ലെങ്കിൽ. അതിനകത്തും പല കാര്യങ്ങൾ അറിയാവുന്നവരുണ്ട്, ആത്മലോകം തുറന്നു വായിക്കുന്നവരുണ്ട്. ആത്മക്കണ്ണുകൾ, പരിശുദ്ധാത്മാവിൻ്റെ കണ്ണുകൾ കൊണ്ടല്ല, അല്ലാതെ തന്നെ. മിസ്രയീമിൽ മോശ ദൈവാഭിഷേകവുമായി പോയെങ്കിൽ അശുദ്ധാത്മ ശക്തിയാൽ വടി സർപ്പമാക്കുന്ന വേറൊരു ശക്തി മിസ്രയീമിൽ ഉണ്ടായിരുന്നു. UNOയിലും പലരും ആത്മക്കണ്ണുകൾ, പരിശുദ്ധാത്മാവിൻ്റെ അല്ല, ആത്മക്കണ്ണുകൾ തുറന്നവരുണ്ട്. അവർ തന്നെ എന്ന് പറഞ്ഞു, അഥവാ ഇത് നടക്കാതെ പോയാൽ നമുക്ക് വേറൊന്നുണ്ടാക്കാം, അജണ്ട 2030. ഇത് രണ്ടും UN ചരിത്രത്തിൽ കിടപ്പുണ്ട്. ആർക്കും അസസ് ചെയ്യാവുന്നതാണ് 2030. 2020 അന്നങ്ങനെ മാറുകയായിരുന്നു. ഇനിയും 2030 എതിർക്രിസ്തു വരയണമെന്ന് അവർ കരുതുന്നു. ആകയാൽ ഒടുവിലത്തെ 7 വർഷങ്ങൾ 2024 മുതൽ, ഈ വർഷത്തിന് ഭയങ്കര പ്രാധാന്യമാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഇലക്ഷൻ്റെ വർഷമാണിത് എന്നും ഞാൻ പറഞ്ഞിരുന്നു. 2004 മുതലുള്ള 7 വർഷങ്ങൾ, അതിനെ ഇയർ ഓഫ് എക്സ്പെഡേഷൻ എന്ന് വിളിക്കുവാൻ UNO ആവശ്യപ്പെടുകയും അതിദ്രുതഗതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് മാറുകയും ചെയ്തു. ഇതിനിടയിൽ ഞാൻ പേരുകൾ പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു പ്രവാചകൻ USA വിസിറ്റ് ചെയ്ത്, ഞാൻ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നും ഉള്ളതല്ല. കാര്യം മലയാളം കമ്മ്യൂണിറ്റിയിൽ അദ്ദേഹത്തിന് അധികം പരസ്യമുള്ളയാളല്ല. സാധു ചെല്ലപ്പയോ
ആരായിരുന്നു ടി വിയിൽ സെൽവരാജ്, സാധു സെൽവരാജ് അമേരിക്കൻ ഇലക്ഷന് തൊട്ട് മുമ്പേ അമേരിക്കയിലെത്തി. അദ്ദേഹം പറഞ്ഞിരുന്നതിൽ പ്രവചന പദങ്ങൾ യൂട്യൂബ് പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരുന്നതിൽ പ്രവചന പദങ്ങൾ ലോകം അതിൻ്റെ അന്ത്യത്തിലെത്തി. പക്ഷേ അമേരിക്കൻ ജനതയോട് ഒരു സന്ദേശം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാചകങ്ങളാണ്. അമേരിക്കൻ ജനതയോട് ഒരു സന്ദേശം അറിയിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്. നിങ്ങൾ ട്രംപിനെ ജയിപ്പിക്കുമെങ്കിൽ ഒരു 4 വർഷം കൂടെ നിങ്ങൾക്ക് പീസ്ഫുൾ അന്തരീക്ഷം ഉണ്ടായിരിക്കും, ലോകത്തിന് പീസ്ഫുൾ അന്തരീക്ഷം ഉണ്ടായിരിക്കും. അദ്ദേഹത്തിൻ്റെ വാചകമാണ്. അടുത്തൊരു ചേഞ്ച് ദൈവം കൊണ്ടുവരുന്നോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. ഇതില്ലെങ്കിൽ നാം അന്ത്യ ദിവസങ്ങളിലാണ്, മറക്കരുത്. എവിടെയെങ്കിലും ഈ മെസ്സേജ് ഒന്ന് പറഞ്ഞ് തീർക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. അതിനെ ഞാൻ ഓരോ ആഴ്ചയും കഴിവുള്ളിടത്തോളം ബുദ്ധിമുട്ടി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നത്. ഈ സഹസ്രാബ്ദ യുഗത്തിലേക്ക് നാം കടക്കുന്നതിന് മുന്നമേ ഞാൻ പറഞ്ഞു, 3-ാം ലോക മഹായുദ്ധത്തിൻ്റെയും എതിർ ക്രിസ്തുവിൻ്റെ വാഴ്ചയുടെയും ഘോരതയുടെ നടുവില കരിഞ്ഞ ശരീരങ്ങൾ, റേഡിയേഷൻ ഇഫക്റ്റ് ചെയ്തുകൊണ്ട് ഒന്നും ചെയ്യാൻ വയ്യാത്ത ആളുകൾ, നാവ് വായിൽ തന്നെ പഴുത്തുപോയവർ, കണ്ണ് തടത്തിൽ തന്നെ കരിഞ്ഞുപോയവർ, ഇതൊക്കെ ആയാലും ദൈവത്തോട് യാതൊരു ആദരവും കാണിക്കാതെ, മാന്യതയും കാണിക്കാതെ ദൈവത്തിന് വിരോധമായി സംസാരിച്ചുകൊണ്ട് തങ്ങളുടെ ഇഷ്ടം പോലെ നടക്കുന്ന ആളുകൾ, അത് പ്രോത്സാഹിപ്പിക്കുന്ന കള്ളപ്രവാചകൻ എന്നിങ്ങനെ സകലതും കൂടെ ഒരുമിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന ഭൂമിയെയാണ് പെട്ടെന്ന് സഹസ്രാബ്ദത്തിലേക്ക് മാറ്റുന്നത്. ഈ ഭൂമി പെട്ടെന്ന് സഹസ്രാബ്ദത്തിലേക്ക് മാറ്റുന്നതോടെ നമ്പർ 1 ചെയ്യാൻ പോകുന്നത് ചൂടും പ്രകാശവും മാറും. ഭൂമിയുടെ അന്തരീക്ഷസ്ഥിതി മാറുന്നതിനെ തുടർന്ന് ഒരുപാട് രോഗശാന്തികൾ ഉണ്ടാകും. ഭൂകമ്പങ്ങൾ കൊണ്ട് തട്ടിത്തടഞ്ഞ് ഉടഞ്ഞുപോയ ഭൂമിയെ ദൈവം ഒരളവിൽ ലെവൽ ചെയ്യും. ഒരുപാട് കാര്യങ്ങൾ, കൊടുങ്കാറ്റുകളും മറ്റും അതിഭയങ്കരമായിരിക്കും. ഭൂമിയുടെ ഉപരിതലത്തെ ശരിയാക്കി എടുക്കുന്നത് ഒരു കഠിനതയേറിയ കാര്യമാണ്. പക്ഷേ വാഴുവാനുള്ളവർ ക്രിസ്തുവിന് അനുരൂപരായി നേരത്തെ വന്നവരായിരിക്കണം. 7 വർഷക്കാലം ഈ ദുഃഖഭൂമിയിലൂടെ പോകുമെന്ന് പറഞ്ഞെങ്കിലും മുമ്പേ പറഞ്ഞ പരന്തറ്റിക്കൽ ക്ലോസ് പോലെ ഒരു കാലഘട്ടം കർത്താവ് മാറ്റിവെച്ചാൽ ദൈവത്തിന് സ്തോത്രം. മാറ്റിവെക്കുമോ എനിക്കറിഞ്ഞുകൂടാ. അത് ദൈവത്തിൻ്റെ മാത്രം കാര്യമാണ്. ചോദിക്കാൻ കഴിവുള്ളവൻ നമ്മുടെ ഇടയിൽ ആരുമില്ല. ഭൂമിയിൽ ആർക്കും അത് ചോദിക്കാൻ കഴിയുകയില്ല. ദൈവത്തിൻ്റെ മാത്രം കാര്യമാണ്. പക്ഷേ ഒരു വാക്യം യേശു പറഞ്ഞതുണ്ട്, വൃതന്മാർ നിമിത്തമോ ആ നാളുകൾ ചുരുങ്ങുന്നു. ഏതൊക്കെ ആശയങ്ങളിൽ ഇതിനെ വ്യാഖ്യാനിക്കാം എന്നെനിക്കറിഞ്ഞുകൂടാ. ഒന്ന്, അതിൻ്റെ കാലദൈർഘ്യം വ്യത്യാസപ്പെടും എന്ന് വരാം. 7 വർഷമാണ് വെച്ചിരിക്കുന്നത്, കാലദൈർഘ്യം മാറി എന്ന് വരാം. 2, കാഠിന്യം മാറി എന്ന് വരാം. ലോകമുണ്ടായതു മുതൽ ഇന്ന് വരെ നടന്നിട്ടില്ലാത്ത മഹാകഷ്ടമെന്ന് പറയുന്നത് വന്നെങ്കിലും അതിനപ്പുറത്തതിൻ്റെ കാഠിന്യങ്ങൾ കൂടിയെന്ന് വരാം, കുറഞ്ഞെന്ന് വരാം. അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസങ്ങൾ ഉണ്ടായി എന്ന് വരാം. ഞാൻ മുന്നോട്ട് പോകട്ടെ. ഒരു പുതിയ അന്തരീക്ഷം ദൈവം സൃഷ്ടിക്കും. 2 പത്രോസ് 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യപ്രകാരം ആദാമിൻ്റെ കാലത്തേക്ക് ഭൂമിയെ കൊണ്ടുവരുമ്പോൾ, ലൂസിഫറിൻ്റെ കാലത്ത് നിന്ന് ആദാമിൻ്റെ കാലത്തേക്ക് ദൈവം ഭൂമിയെ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ അന്തരീക്ഷം മാറ്റിയിരുന്നു, അയണോസ്ഫിയർ സെറ്റ് ചെയ്തിരുന്നു, അല്ലെങ്കിൽ അതിൻ്റെ കോസ്മോസ് മാറ്റിയിരുന്നു എന്ന് പത്രോസ് വിളിച്ചു പറഞ്ഞു. ഇന്ന് അതിനെ സയൻസ് പഠിപ്പിക്കുന്ന സ്കൂളുകളിൽ, കോളേജുകളിൽ അയണോസ്ഫിയർ ഒന്ന് ചിത്രീകരിക്കുകയും വ്യത്യസ്ത ലെയറുകളാണ് എന്ന് പറയുകയും ചെയ്തു. ഈ അന്തരീക്ഷത്തിൻ്റെ ലെയറുകൾ മാറിയാൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കും. ഈ ലെയറുകൾ വീണ്ടും മാറ്റും. വേറൊരു അന്തരീക്ഷം സ്വർഗത്തിലെ ദൈവം ഇവിടെ ഉണ്ടാക്കും. യഹോവ സിയോൻ പർവ്വതത്തിലും, യെശയ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ, ഞാനതിൻ്റെ 5-ാം വാക്യം മാത്രമേ ഇവിടെ പ്രൊജക്റ്റ് ചെയ്തിട്ടുള്ളൂ. ദയവായിട്ടൊന്ന് വായിക്കാമോ? യെശയ്യാവിൻ്റെ പുസ്തകം 4-ാം അധ്യായം 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലങ്ങളിന്മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. വായിച്ചാട്ടെ. യെരുശലേമിൽ രക്ഷിച്ചിരിക്കുന്നവനും ഇങ്ങനെ യെരുശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്ന ഏവനും തന്നെ വിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിന്മേലും അതിലെ സകല യോഗങ്ങളിന്മേലും പകലിന് ഒരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കും. സകല തേജസ്സിനും മീതെ ഒരു വിധാനം ഉണ്ടായിരിക്കും. പകൽ വെയിൽ കൊള്ളാതിരിപ്പാൻ തണലായും കൊടുങ്കാറ്റായും മഴ തട്ടാതിരിപ്പാൻ സങ്കേതവും മറവിടവുമായും ഒരു കൂടാരം ഉണ്ടായിരിക്കും. ഒരു പുതിയ കൂടാരം ദൈവം ഇതിൻ്റെ മുകളിൽ സ്ഥാപിക്കും.
പണ്ടൊരിക്കൽ അന്തരീക്ഷം മാറ്റി അയണോസ്ഫിയർ സൃഷ്ടിച്ച ദൈവത്തിന് ഇത് കഴിയുമെന്ന് വിശ്വസിക്കുവാൻ ഇന്ന് സ്കൂളിൽ പോയ പിള്ളേർക്കെല്ലാം കഴിയും. അതിൽ താഴെയുള്ളവരെ ഞാൻ വിട്ടുകളയട്ടെ, പോയവർക്കെല്ലാം കഴിയും. ദൈവം ഒന്ന് ചെയ്തു, ഇനിയും ദൈവം ചെയ്യാൻ പോകുകയാ. ഇതിന് ഒരു ആത്മീയ അർത്ഥം കൂടെ ഉണ്ട്. സിയോനിലെ സകല സഭായോഗങ്ങളുടെ മേലും ഒരു ആത്മീയ അന്തരീക്ഷം സ്വർഗത്തിലെ ദൈവം ഉണ്ടാക്കും. സാധാരണ ഒരു സഭായോഗത്തെക്കാൾ ആത്മീയ അന്തരീക്ഷമുള്ള സഭായോഗങ്ങൾക്ക് അതിൻ്റെ പ്രത്യേകതയുണ്ട്. ആത്മീയ അന്തരീക്ഷത്തിൻ്റെ അകത്ത് രോഗങ്ങൾ സൗഖ്യമാകും. ആത്മീയ അന്തരീക്ഷത്തിനകത്ത് പൈശാചിക ശക്തികൾ കീഴടങ്ങും. ആത്മീയ അന്തരീക്ഷത്തിനകത്ത് ദൈവിക വിടുതലുകൾ നടങ്ങും. ഞാൻ സമയോചിതമായി ഒരു കാര്യം കൂടെ ഒന്ന് പറയാൻ ഓർക്കുന്നു. ദൈവം നമ്മുടെ സഭയെ ദൈവകൃപയാൽ മാനിച്ചു, അനുഗ്രഹിച്ചു. ഒരുപാട് ദൈവമക്കൾക്ക് പുതിയ വീടുകൾ ദൈവത്തിൻ്റെ കൃപയാൽ പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ അത്യുന്നതമായ വീടുകൾ ദൈവം നൽകി. ഒരുപാട് പേർക്ക് ദൈവം വാഹനങ്ങൾ തന്നു. കഴിഞ്ഞ ഞായറാഴ്ച നമ്മുടെ സഭായോഗത്തിന് നമ്മൾ ഫസ്റ്റ് സർവീസും സെക്കൻഡ് സർവീസും കൂടെ കമ്പൈൻ ചെയ്തു. കൃത്യം പോലെ ഇംഗ്ലീഷിൻ്റെ സർവീസും കൂടെ അതേ സമയത്ത് വീണതുകൊണ്ട് ഇവിടുത്തെ ട്രാഫിക് ജാം ഞാനും നിങ്ങളും കണ്ടതാ. കഴിഞ്ഞ ആഴ്ചയിൽ ട്രാഫിക് ജാം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ 4 സെക്ഷനുകളായി സഭായോഗത്തെ തിരിച്ചുകൊണ്ടാണ്, ടൈം കൊടുത്തുകൊണ്ടാണ് വാഹനങ്ങൾ അകത്തു വരുന്നതും പുറത്തു പോകുന്നതും. ഇല്ലെങ്കിൽ നമുക്കൊന്നിനും സ്ഥലമില്ല. ദൈവം നമ്മെ വളരെ അനുഗ്രഹിച്ചു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ഞാനിവിടെ വരുന്ന സമയത്ത് ചർച്ചിലുള്ള ഏറ്റവും ധനികനായ മനുഷ്യൻ്റെ ആകെ വാഹനം ഒരു തുരുമ്പിച്ച ഹെർക്കുലീസ് സൈക്കിളായിരുന്നു. അവിടെ നിന്ന് ദൈവം വരുത്തിയ വ്യത്യാസമാണ് നമ്മൾ ഈ കാണുന്നത്. ദൈവം ഇത് തന്നു, കാരണം ഒരു ആത്മീയ അന്തരീക്ഷത്തിൻ്റെ കീഴിൽ ഇരുന്നതാ. എന്നാൽ ഇന്നും നമ്മുടെ ചർച്ചിൽ ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ട്. ഐ റിപ്പീറ്റ്, ഞെരുക്കത്തിൽ കഴിയുന്നവരുണ്ട്. കഴിഞ്ഞ ആഴ്ചകളിൽ ഞാൻ പല ഭവനങ്ങളും വിസിറ്റ് ചെയ്യുമ്പോൾ, ഞെരുക്കത്തിലുള്ളവരുടെ ചില ഭവനങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ, അവരെൻ്റെ കയ്യിൽ ഒരു സ്തോത്ര കാഴ്ച എന്ന വണ്ണം എനിക്ക് വേണ്ടി തന്ന പൈസ ഞാൻ ഒന്നിച്ചൊരു കവറിനകത്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്തിനാണെന്നറിയാമോ? ഈ അന്തരീക്ഷം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ ദൈവമുമ്പിലേക്ക് ഇതൊന്ന് വെച്ചുകൊണ്ട്, കർത്താവേ, ഈ സഹോദരന്മാർ അവരുടെ നിസ്സഹായതയിൽ അവിടെ നിന്ന് മാറുവാൻ, ഈ ചേഞ്ച് ചെയ്ത അന്തരീക്ഷത്തിൽ ദൈവം സഭയുടെ ആത്മിക മാത്രമല്ല ഭൗതിക നിലവാരങ്ങളും കൂടെ മാറ്റുവാൻ, കർത്താവിൻ്റെ കരങ്ങളിലേക്കൊന്ന് ഏൽപ്പിക്കുവാൻ എൻ്റെ കയ്യിൽ കിട്ടിയ നോട്ടുകൾ മാറാതെ ആ നോട്ടുകൾ ഞാനൊരു കവറിനകത്താക്കിയിട്ടുണ്ട്. ഞാനിത് വെച്ചൊന്ന് പ്രാർത്ഥിക്കാൻ പോകുകയാണ്. സകല വാസസ്ഥലങ്ങളിൻ്റെ മേലും സകല സഭായോഗങ്ങളുടെ മേലും, കുഞ്ഞിയ വാക്യം ഒന്നുകൂടെ വായിക്കണേ, ഞാൻ വായിച്ചോളാം. യഹോവ സിയോൻ പർവ്വതത്തിലെ സകല വാസസ്ഥലത്തിൻ്റെ മേലും അതിലെ സഭായോഗങ്ങളിന്മേലും പകലിനൊരു മേഘവും പുകയും രാത്രിക്ക് അഗ്നിജ്വാലയുടെ പ്രകാശവും സൃഷ്ടിക്കുന്നു. ഇന്ന് പകൽ ഉള്ളതല്ല, പുതുതായി ഒന്ന് സൃഷ്ടിക്കുവാൻ നമ്മുടെ ദൈവം സൃഷ്ടാവാണ്, സൃഷ്ടിക്കുവാൻ കഴിയും. ഞാൻ അന്തരീക്ഷത്തിലേക്ക് ഇത് വയ്ക്കുകയാണ്. ഈ കൂട്ടത്തിൽ കേവലം സാമ്പത്തികം മാത്രമല്ല, നമ്മുടെ ഒരുപാട് വിടുതലുകൾ നടക്കുവാനുണ്ട്. സാമൂഹിക വിടുതലുകൾ ലഭിക്കേണ്ടതുണ്ട്. കുടുംബങ്ങളുടെ അകത്ത് സമാധാനം ഉണ്ടാകേണ്ടതുണ്ട്. മക്കളില്ലാത്തവരുടെ മക്കളെ കർത്താവ് കൊടുക്കേണ്ടതുണ്ട്. രോഗികളെ കർത്താവ് സൗഖ്യമാക്കേണ്ടതുണ്ട്. ഇന്ന് പകൽക്കാലം ഒരു വൻ വിടുതൽ ഉണ്ടാകുവാൻ, കൂടെ ശത്രുവിൻ്റെ ഉപദ്രവത്താൽ ഭാരപ്പെടുന്ന ചിലതിനെ സ്വർഗം വിടുവിച്ചെടുക്കുവാൻ കർത്താവേ, അങ്ങയുടെ കരവേൽ ചലിക്കണമേ. വിശുദ്ധ സഭായോഗങ്ങളിൻ്റെ മേൽ ദൈവത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ ആ സാന്നിധ്യത്തിൽ അടിയനി കവറ് തിരുമുമ്പിൽ മാത്രം തുറക്കുന്നു. ഞങ്ങളാരും കാണേണ്ടതിനല്ല, തിരുമുമ്പിൽ മാത്രം ഇത് തുറന്നുകൊണ്ട് സ്വർഗത്തിലെ ദൈവം ഇതിൽ തൊടുവാൻ ഇതുപോലുള്ള കുടുംബങ്ങളെ എൻ്റെ ദൈവത്തിൻ്റെ ബലമുള്ള കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. സിയോനിലെ സകല സഭായോഗങ്ങളിൽ മേലും മാത്രമല്ല, സകല വാസസ്ഥലങ്ങളിൻ്റെ മേലും, ഞങ്ങളുടെ ഓരോ വീടുകളിൻ്റെ മേൽ, ഞങ്ങളുടെ വാസസ്ഥലങ്ങളിൻ്റെ മേൽ, ഞങ്ങളുടെ വീടുകളിൻ്റെ മേൽ, ഞങ്ങളുടെ വാസസ്ഥലങ്ങളുടെ മേൽ, ഓഫീസുകളുടെ മേൽ, സ്കൂളുകളുടെ മേൽ, ഇൻസ്റ്റിറ്റ്യൂഷനുകളുടെ മേൽ അന്തരീക്ഷം മാറട്ടെ. സഹസ്രാബ്ദ ഭൂമിയിൽ വാഴുവാനുള്ള ആ വലിയ ചേഞ്ചിനെ സൂചിപ്പിക്കുന്ന ഒരു ചേഞ്ച് ഇന്ന് പകൽ ഈ സഭായോഗം ഇവിടെ നടക്കുമ്പോൾ ഓൺലൈനിൽ കാണുന്നവർ, കർത്താവേ, ഹാർവസ്റ്റ് ടെലിവിഷനിൽ കാണുന്നവർ, ഇന്ന് കാണുന്ന ഓരോ വ്യക്തിക്കും ഇതൊരു വ്യത്യാസമായി മാറുവാൻ അന്തരീക്ഷം ചേഞ്ച് ആകട്ടെ. അത് യേശുവിൻ്റെ നാമത്തിൽ ഇതെനിക്ക് ലഭിച്ചതാണ്. പക്ഷെ ഞാൻ ദൈവസഭയെ ഏൽപ്പിക്കാൻ പശ്ചാത്തലമായിട്ടൊന്ന് വാങ്ങിക്കാം. ആ ബോക്സിലിട്ടിട്ട്
ദൈവസഭ നമ്മളത് ഒരുമിച്ച് അനുഭവിക്കും. അതിനകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു വിടുതലുണ്ടാകും. സിയോനിലെ സകല വാസസ്ഥലങ്ങളിലും ഇതിൻ്റെ സഭായോഗങ്ങളുടെ മേലും അന്തരീക്ഷം മാറിയേ മതിയാകൂ. ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, അങ്ങയുടെ രാജ്യം വരണമേ. ആ രാജ്യം സത്യമായി ഇവിടെ ആകാൻ പോവാ. ഹെവൻ ഓൺ എർത്ത്, ഞാനത് കഴിഞ്ഞ ആഴ്ച പദം പറഞ്ഞു. ഹെവൻ ഓൺ എർത്ത്, സ്വർഗം ഭൂമിയിലാകാൻ പോകുകയാ. ഇവിടെ ആരെയും പാമ്പ് കടിക്കത്തില്ല, ഇവിടെ ആരെയും പഴുതാർ മാന്തത്തില്ല, ഇവിടെ ആരെയും ഉറുമ്പ് കടിക്കത്തില്ല, ഇവിടെ കൊതുകിൻ്റെ ശല്യം ഉണ്ടാകയില്ല, ഡെങ്കു ഫീവർ കാണത്തില്ല, ക്യാൻസർ ഉണ്ടാകയില്ല. കാര്യം യഹോവ അന്നത്തെ സ്ഥിതി ഒന്ന് മാറ്റാൻ പോകുകയാ. സാത്താനെ പിടിച്ച് പൂട്ടിയതിനാൽ, സാത്താനെ പിടിച്ച് 1000 ആണ്ടേക്ക് പൂട്ടിയതിനാൽ അസൂയയില്ല, വൈരാഗ്യമില്ല. അതിൻ്റെ അർത്ഥം എല്ലാവരും നന്നായെന്നല്ല, അതിൻ്റെ അർത്ഥം എല്ലാവരും നന്നായെന്നല്ല. ഇവിടെ വെച്ച് നന്നായവൻ നന്നായി. കൃപയുടെ ആത്മാവ് മാറിയാൽ സാത്താൻ ഇല്ലാത്തത് കൊണ്ട് പാപം ചെയ്യാൻ കഴിയത്തില്ലെങ്കിലും നന്മ അവൻ ചെയ്യത്തില്ല, അവൻ അങ്ങനെ തന്നെ ജീവിക്കും. പാപിയോ പാപിയായി തന്നെ ഇരിക്കും. തൻ്റെ പാപിയായവനോ 100 വയസ്സുണ്ടെങ്കിലും ശപിക്കപ്പെട്ടവനെന്നേ ഇരിക്കത്തുള്ളൂ. അതിന് യാതൊരു വ്യത്യാസവുമില്ല. വ്യത്യാസം വരേണ്ടത് ഈ ദിവസങ്ങളിലാണ്. വേഗത്തിൽ അന്ന് ആവശ്യമുള്ള വ്യത്യാസം വരുത്താം. 1 കൊരിന്ത്യർ 15:24 അന്നവൻ എല്ലാ വാഴ്ചയ്ക്കും അധികാരത്തിനും ശക്തിക്കും നീക്കം വരുത്തിയിട്ട് രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. യേശു രാജാവായി മധ്യാകാശത്തിൽ അഭിഷേകം ചെയ്ത് ഭൂമിയിൽ വാണുകൊണ്ടിരിക്കുന്ന എതിർ ക്രിസ്തുവിനെ മറിച്ചിട്ട് യേശു ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വരികയും തകിടം മറിഞ്ഞുപോയ ഭൂമിയെ യഥാസ്ഥാനപ്പെടുത്തി എടുത്തുകൊണ്ട് ഇതിൻ്റെ കോസ്മോസ് മാറ്റി, അന്തരീക്ഷം മാറ്റി ഒരു പുതുമ ഇവിടെ സൃഷ്ടിക്കുകയും എല്ലാ ശത്രുക്കളും കാൽക്കീഴാകുകയും, അതിൻ്റെ 2ാമത്തെ ഭാഗമാണ് അവൻ സകല ശത്രുക്കളെയും കാൽക്കീഴാക്കുവോളം വാഴേണ്ടതാകുന്നു. എല്ലാ ശത്രുവിനെയും കാൽക്കീഴാക്കിയ ശേഷം രാജ്യം തൻ്റെ പിതാവിൻ്റെ പാദത്തിങ്കൽ സമർപ്പിക്കും. പിതാവേ, ഞാൻ വില മുടക്കിയത് ഇതിനു വേണ്ടിയാ, കാൽവറിയിലെ രക്തം ഞാൻ ചിന്തിയത് ഇതിനു വേണ്ടിയാ. ഇവിടം കൊണ്ട് സകല ശത്രുവും കീഴടങ്ങി രാജ്യഭാരം അങ്ങേറ്റെടുത്താലും ഇതാ എന്നോടുകൂടെ സിംഹാസനത്തിലിരിക്കുന്ന അങ്ങയുടെ ഭക്തന്മാർ, അവർ ലോകത്തെ ജയിച്ചവരാണ്. അവർ ജീവനോടിരിക്കുമ്പോൾ ലോകത്തെ ജയിച്ചവരാകയാൽ ഇന്ന് പകൽ അവർ വീണ്ടും ലോകത്തിൻ്റെ മേൽ വലിയ ജയം ഏറ്റെടുത്തിരിക്കുകയാണ്. അന്നെല്ലാവർക്കും പ്രതിഫലം വിവരിക്കുമ്പോൾ എൻ്റെ പ്രതിഫലം എനിക്കുണ്ടായിരിക്കും. ഇതിനകത്തിരിക്കുന്ന പലർക്കും അവരവരുടെ പ്രതിഫലം കിട്ടും. ഇന്നിവിടെ ത്യാഗം സഹിച്ചതിന്, കഷ്ടം സഹിച്ചതിന്, നിന്ദയേറ്റതിന്, അപമാനമേറ്റതിന് ഒക്കെ ഒന്ന് പ്രതിഫലം തരുന്ന ദിവസമാണ്. ആ പ്രതിഫലം അന്ന് നാം ഓരോരുത്തരും പ്രാപിച്ചിരിക്കും. ഇനിയും അന്ന് പിശാചിനെ പിടിച്ചു കെട്ടി 1000 ആണ്ടേക്ക് തടവിലിടുകയാണ്. പിശാചിൻ്റെ ഒരു 7 വീഴ്ചകളെ വേഗത്തിൽ തൊടുവാൻ ഞാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. സഹസ്രാബ്ദ വാഴ്ചയെക്കുറിച്ച് ഞാൻ തൊട്ട് കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോകുന്നില്ല. സഹസ്രാബ്ദ വാഴ്ച 1000 ആണ്ട് അങ്ങനെ തുടരുകയാണ്. പിടിച്ചു പൂട്ടപ്പെട്ട സാത്താനെ 1000 വർഷം കഴിയുമ്പോൾ വീണ്ടും തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ വീണ്ടും വളരെ ചുരുങ്ങിയ ദിവസങ്ങൾ പ്രവർത്തിക്കും. സാത്താൻ എന്നേക്കുമായി തീരുന്നത് അത് കഴിഞ്ഞിട്ടാണ്. ഈ 1000 ആണ്ടേക്ക് സാത്താനെ ചങ്ങലയിട്ട് പൂട്ടിയതിനാൽ ഇവിടെ പുകവലി കച്ചവടം നടപ്പില്ല, ഇവിടെ ലഹരി മാഫിയ പോകത്തില്ല, ഇവിടെ യാതൊന്നും ദോഷമായി നടക്കയില്ല. അതിൻ്റെ അർത്ഥം അത് തീർന്നെന്നല്ല, ആ ദോഷ സ്വഭാവങ്ങൾ മനുഷ്യൻ്റെ അകത്ത് തന്നെ ഇരിക്കും. ഇവനെ വീണ്ടും അഴിച്ചുവിടുമ്പോൾ അവൻ രംഗത്ത് വരികയും ക്രിസ്തുവിൻ്റെ പ്രഭാവത്താൽ അവനെ ദിവസങ്ങൾ കൊണ്ട് ഒടുക്കിക്കളഞ്ഞ ശേഷം വീണ്ടും പൂർവ്വസ്ഥിതിയിലേക്ക് നാം മടങ്ങി വരികയും ചെയ്യും. ഇതിനിടയ്ക്ക് സാത്താൻ ഉണ്ടാകുന്ന 7 പ്രത്യേക വീഴ്ചകളെ കുറിച്ച് എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. എസെക്കിയേൽ പ്രവചനം 28:13 നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. ഏദനിൽ നിന്ന് അഥവാ പറുദീസയിൽ നിന്ന് അവൻ വീണ 1ാമത്തെ വീഴ്ചയാണ്. ഞാൻ പറഞ്ഞായിരുന്നു, ഈ ഭൂമിയെ ഉണ്ടാക്കിയത് ലൂസിഫറിന് വേണ്ടിയാണ്. സ്വർഗത്തിലായിരുന്ന അവൻ ദൈവത്തോട് പാപം ചെയ്തതിനാൽ അവനെ അവിടെ നിന്ന് വീഴ്ച കളയുകയും ത്യജിച്ച് കളയുകയും അവൻ ഈ ഭൂമിയിലേക്ക് വരികയും ചെയ്യുന്ന ചരിത്രമാണ് എസെക്കിയേൽ 28 പറയുന്നത്. എസെക്കിയേൽ 28 പാഴ്സി രാജാവെന്നും ഏത് രാജ്യത്തിൻ്റെ പ്രഭു എന്നും രാജാവെന്നും സോർ രാജാവെന്നും സോർ പ്രഭു എന്നും 2 പ്രയോഗങ്ങളുണ്ട്.
അത് അക്ഷരീകമായി സോർ രാജാവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന പ്രവചനമാണ് എന്ന് പറയുന്നു. അല്ലെന്ന് ഞാൻ പറഞ്ഞില്ല, അക്ഷരീകമായി അവനെക്കുറിച്ചാണ്. പക്ഷേ അത് രണ്ട് പദങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് സോർ രാജാവെന്നും വേറൊന്ന് സോർ പ്രഭു എന്നുമാണ്. സോർ പ്രഭു എന്ന് പറയുന്നത് അക്ഷരീകമായി ഭരിച്ചിരുന്ന രാജാവും, സോർ രാജാവ് എന്ന് പറയുന്നത് അവൻ്റെ മേളിലിരുന്ന് അവനെ നശിപ്പിച്ച പൈശാചിക ശക്തിയുമാണ്, ലൂസിഫറുമാണ്. നീ ദൈവത്തിൻ്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതരത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കുമെന്ന് വെച്ചാൽ എനിക്കറിയാൻ വയ്യ. എനിക്ക് ഇതിനെക്കുറിച്ച് ഒരു പിടിയുമില്ല. എനിക്ക് തോന്നുന്നത് നമ്മളിൽ മിക്കവാറും പേർക്ക് ഇത് അറിയാനും വയ്യ. നമ്മൾ അറിയണമെന്നൊന്നും ഇല്ലല്ലോ, നമ്മൾ അറിയണമെന്നൊന്നും ഇല്ലെന്നേ. സൂര്യനും ഭൂമിയും തമ്മിലുള്ള ആകർഷണ ശക്തിക്ക് എത്ര കിലോഗ്രാം ആകർഷണമുണ്ടെന്നൊന്നും എനിക്കറിയാൻ വയ്യ. അത് അറിഞ്ഞിട്ട് കാര്യമില്ല. നോക്കേണ്ടവൻ നോക്കിക്കോളും. നമ്മളതിന് മെനക്കെടാൻ പോകാതിരുന്നാൽ മതി, നമ്മുടെ സമയം ലാഭിക്കാം. ഞാൻ മുന്നോട്ട് പോട്ടെ. പഠിക്കുന്ന പിള്ളേർ പഠിക്കരുതെന്നല്ല ഞാൻ പറഞ്ഞത്, ഞാൻ എൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഞാൻ മുന്നോട്ട് പോകാനായി ആഗ്രഹിക്കുന്നു. ഈ രത്നങ്ങളെക്കുറിച്ച് എനിക്കൊന്നും അറിഞ്ഞുകൂടാ, പക്ഷെ അറിയേണ്ടവൻ അറിയാം. ഇതൊക്കെയും കൊണ്ട് ലൂസിഫറിനെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, വർഷിപ്പ് ലീഡറായിട്ടാണ് ഇവനെ സൃഷ്ടിച്ചത്. ഇവൻ ചിറക് വിടർത്തി മറയ്ക്കുന്ന കെരൂബായിരുന്നു. അവൻ്റെ ചിറകുകൾ വിടർത്താൽ അതിനകത്തുനിന്ന് സംഗീതനാദം വരുമായിരുന്നു. അതുകൊണ്ടാണ് നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി ഗോൾഡൻ റീഡായിരുന്നു എന്ന് സൂചിപ്പിക്കുന്നത്. അങ്ങനെ പറഞ്ഞ് ഞാൻ പോകുകയാണ്. ഒന്ന്, ഇവൻ ആകാശത്ത് നിന്ന് ഭൂമിയിൽ വീണു. അവൻ്റെ ഒന്നാമത്തെ വീഴ്ച അതായിരുന്നു. ഇംഗ്ലീഷിലും ഞാനത് എടുത്തു കാണിച്ചു എന്ന് മാത്രം. അവൻ ആകാശത്തു നിന്ന് ഭൂമിയിൽ വീണു, അവൻ്റെ വീഴ്ച വലുതായിരുന്നു. രണ്ട്, ദൈവമുൻപിലെ അധികാര ആരാധനയുടെ നേതൃത്വ മഹിമയിൽ നിന്നവൻ വീണു. അതൊരു ഭയങ്കര കാര്യമാണ്. ഫ്രം ഹിസ് ഒറിജിനൽ ഗ്ലോറി ഓഫ് ഗാഡ്, ദൈവം അവന് കൊടുത്തിരുന്ന ആ മഹത്വത്തിൽ നിന്നവൻ വീണു. ഇതൊരു വല്ലാത്ത കാര്യമാണ്. ഞാൻ മലയാളത്തിൽ വിശദീകരിച്ചോളാം. ഒരു വല്ലാത്ത കാര്യമാണ്. ദൈവം അവനെ മാന്യനാക്കി വെച്ചിരുന്നു, മാന്യതയേറിയവനായി വെച്ചിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വളരെ മാന്യനായി ഞങ്ങളോടൊക്കെ ഇടപെട്ടു. അദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. വളരെ മാന്യമായി ഞങ്ങളോടൊക്കെ ഇടപെട്ടു. വടക്കേ ഇന്ത്യയിലെ ഒരു ചർച്ചിൽ വെച്ച് എൻ്റെ സ്നേഹിതനായിരുന്നു. അദ്ദേഹം ഭയങ്കര മിടുക്കനായിരുന്നു, ഭയങ്കര മിടുക്കൻ, കഴിവുള്ള ഒരു എഞ്ചിനീയർ. എനിക്കൊന്ന് കേരള ഗവൺമെൻറ്റിൻ്റെ ഗോൾഡ് മെഡലിസ്റ്റ് ആയിരുന്നു. ഒരുപാട് കാര്യങ്ങൾ. അന്നും തികഞ്ഞ കഴിവോടെ നിൽക്കുന്ന ആത്മീയനായ ഒരാൾ, പ്രസംഗിക്കാൻ കഴിയുന്ന ഒരാളൊക്കെ ആയിരുന്നു. എലി പോലെ ഒതുങ്ങിപ്പോയി. എല്ലാം പള്ളി തല കാണിക്കാൻ പറ്റുകയില്ല. എൻ്റെ വൃത്തികേട് മൊത്തം പുറത്തായി. ദൈവം കൊടുത്ത മഹിമയിൽ നിന്ന് സാത്താൻ വീണുപോയി. അവനെ പണ്ടൊരിക്കൽ വർഷിപ്പ് ലീഡറെന്നും ദൈവത്തോടുകൂടെ രാപ്പകൽ സഞ്ചരിക്കുന്നവനെന്നും ദൈവ മഹത്വം പങ്കുവെക്കുന്നവനെന്നും ഒക്കെ പേരായിരുന്നു. ഇതര ദൂതന്മാർ ഭയത്തോടും ബഹുമാനത്തോടും കൂടെ അവൻ്റെ മുമ്പിൽ വന്നു നിന്നിരുന്നു. ഇന്നവൻ അങ്ങനൊന്നും അല്ല. ഇന്ന് ദൈവമക്കൾ അവനെ ഇട്ട് ചവിട്ടുക, ഇന്ന് ദൈവമക്കൾ അവനെ ഇട്ട് തുപ്പുക. ദൈവം അവന് കൊടുത്തിരുന്ന ആ മഹത്വത്തിൽ നിന്നവൻ വീണു. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നു. യെശയ്യാവിൻ്റെ പുസ്തകം 14:12 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. ഞാൻ മുഴുവൻ വായിപ്പിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആവശ്യമുള്ളവർ സ്വന്തം സമയത്ത് വായിക്കുക. നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബായിരുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി. ഏതുകൊണ്ടാ? നിങ്ങൾ പാപം കണ്ടു. അതുകൊണ്ട് 15-ാമത്തെ വാക്യം ഇവിടെ ഇട്ടിട്ടില്ല. നിങ്ങൾ പാപം കണ്ടു, നീ സ്വയം അഹങ്കരിച്ചു പോയി. അതുകൊണ്ട് ഞാൻ നിന്നെ അശുദ്ധനെന്ന് എണ്ണി ദേവപർവ്വതത്തിൽ നിന്ന് തള്ളിക്കളഞ്ഞു. മറയ്ക്കുന്ന കെരൂബേ, ഞാൻ നിന്നെ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ നിന്ന് മുടിച്ചു കളഞ്ഞു. നീ ഇരുന്ന സ്ഥലത്തു നിന്ന് പോയി. ഞാൻ ഇന്ന് ഈ ചർച്ചിൽ നിന്ന് പ്രസംഗിക്കുവാൻ സഭ എന്നെ അനുവദിച്ചിട്ടുണ്ട്. കമ്മിറ്റി എനിക്ക് പെർമിഷൻ തന്നിട്ടുണ്ട്. നാളെ എന്നെ ഗൗരവമായി ഒരു തെറ്റിൽ പിടിച്ചാൽ ഒരു പക്ഷേ കോമ്പൗണ്ടിൽ കയറരുത്, പൊക്കോളാൻ പറഞ്ഞെന്ന് വരാം. കോമ്പൗണ്ടിൽ കയറാൻ അനുവദിച്ചാൽ പുറകോട്ട് മാറിയിരിക്കാൻ പറഞ്ഞെന്ന് വരാം. എൻ്റെ ദുസ്ഥിതി വലുതായിരിക്കും. പലരെയും ദൈവം ദുസ്ഥിതിയിൽ അകപ്പെടുത്താതെ സൂക്ഷിക്കുന്നതിനായി സ്തോത്രം. സാത്താൻ വീണ കൂട്ടത്തിൽ അവൻ്റെ സ്ഥാനം അവന് നഷ്ടപ്പെട്ടു. 3, നിയമപരമായി കാൽവറിയിൽ അവൻ തകർന്നു വീണു. ഒരുപാട് അധികാരങ്ങൾ അവനുണ്ടായിരുന്നു. ഉൽപ്പത്തി പുസ്തകം 3:13 സ്ത്രീയുടെ സന്തതി സർപ്പത്തിൻ്റെ തല തകർക്കും എന്ന് യേശു പ്രസ്താവിച്ചു. യോഹന്നാൻ്റെ സുവിശേഷം 12:31-32 ഇപ്പോൾ ഈ ലോകത്തിൻ്റെ ന്യായവിധിയാകുന്നു. ഈ ലോകത്തിൻ്റെ പ്രഭുവിനെ പുറത്ത് തള്ളിക്കളയും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എന്നൊരു സൂചന യേശു തന്നു.
അവിടെ ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ സകലരെയും എങ്കിലേക്ക് ആകർഷിക്കുമെന്നൊരു പദത്തിലാണ് നിർത്തുന്നത്. പക്ഷേ അതിൻ്റെ ആരംഭ ഭാഗം എന്നാണ് ഈ പ്രഭു തള്ളപ്പെടുന്നത്? ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോഴാണ്. കാൽവറിയിൽ യേശു ഉയർത്തപ്പെട്ടതോടെ നിയമപരമായി അവൻ വിധിക്കപ്പെട്ടു. കൊലോസ്യ ലേഖനം 2:15 വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ചു. ക്രൂശിൽ അവരുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യമായ കാഴ്ചയാക്കി. ദ ലീഗൽ ഫോൾ ഓൺ കാൽവറി. അത് നിവൃത്തിയായി എന്ന് യേശു പ്രസ്താവിച്ചു. അങ്ങനെ ലീഗലി അവൻ വീണു. ഇന്നവൻ വിശുദ്ധന്മാരുടെ കാൽ കീഴിലാണ്. ഇംഗ്ലീഷിൽ ഒന്ന് കണ്ടു. ഇന്നവൻ വിശുദ്ധന്മാരുടെ കാൽ കീഴിലാണ്. റോമാലേഖനം 16:20 പറഞ്ഞു, സമാധാനത്തിൻ്റെ ദൈവമോ വേഗത്തിൽ സാത്താനെ നിങ്ങളുടെ കാൽ കീഴെ ചതച്ചു കളയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ ഇരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ മറക്കരുത്, ഇന്നവൻ വീണത് നമ്മുടെ കാലിൻ്റെ കീഴിലാണ്. ഇവനെ പൊക്കരുത്. എനിക്ക് വലിയ പോരാട്ടമെന്ന് പറഞ്ഞ് നടക്കുന്നതിന് പകരം കീഴടങ്ങടാന്ന് പറയുക. ഒരു ശ്രേഷ്ഠനായ കർത്താവിൻ്റെ ദാസൻ, ഞാൻ കറക്റ്റ് പേര് ഓർക്കുന്നില്ല, ഒരു ശ്രേഷ്ഠനായ കർത്താവിൻ്റെ ദാസൻ ഒരിക്കൽ സദനേഷ്യ ബൈബിൾ കോളേജിൽ നിന്ന് നമ്മുടെ ചർച്ച് വിസിറ്റ് ചെയ്ത് പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഒരു പദം ഒത്തിരി വർഷങ്ങളായെങ്കിലും എനിക്ക് മറക്കാനൊക്കത്തില്ല. കീപ് ദ ഡെവിൾ ഇൻ ഹിസ് ഗിവൺ അഡ്രസ്. ദൈവം പിശാചിന് കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ നിന്ന് അവൻ മാറാതെ സൂക്ഷിച്ചോണം. അവന് കൊടുത്തിരിക്കുന്ന അഡ്രസ് അണ്ടർ യുവർ ഫീറ്റ്. അവന് ദൈവം കൊടുത്തിരിക്കുന്ന അഡ്രസ് നിങ്ങളുടെ കാൽ കീഴില. ഇവിടെ നമ്മൾ പോകാതെ സൂക്ഷിച്ചോ. ഇവനെ ചവിട്ടി പിടിക്കുന്നവർക്കായി സ്തോത്രം. തരം കിട്ടിയ തോളെ കയറിയിരിക്കാൻ അവൻ ശ്രമിക്കും. ഒക്കുമെങ്കിൽ നരകത്തിൽ കൊണ്ടിടാൻ അവൻ ശ്രമിക്കും. പക്ഷെ അവനോട് പറ, റിമെയിൻ അണ്ടർ മൈ ഫീറ്റ്, യു ഹാവ് നോ മോർ റൈറ്റ്. പക്ഷെ മറക്കരുത്, നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് കണ്ട് ചുറ്റിത്തിരിയുകയാ. അവനെ കാൽ കീഴിൽ നിന്ന് അഴിച്ചു വിട്ടാൽ എന്ന് പറഞ്ഞാൽ അവൻ്റേത് എന്തെങ്കിലും നിങ്ങളുടെ കയ്യിൽ കണ്ടാൽ അവൻ വിഴുങ്ങുമെന്ന് മറക്കരുത്. അത് വരാതെ വേണം. അവൻ്റെ 4ാമത്തെ വീഴ്ച നമ്മുടെ കാൽ കീഴിൽ വീണിരിക്കുക. 5 ഇനി ഒരു ദിവസം അവൻ സ്വർഗത്തിൽ നിന്ന് വെട്ടേറ്റ് വീഴും. ഇംഗ്ലീഷിലെ വാക്യം കാണേണ്ടവർ കണ്ടു. വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യം. അവൻ ഒരു ദിവസം വെട്ടേറ്റ് ആകാശത്തു നിന്ന് നിലത്ത് വീഴും. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഇവൻ ഒരുപാട് ദൂതന്മാരിവിടെയുണ്ട്. ഇവനെക്കുറിച്ച് പറയുന്നത്, സഹോദരന്മാരെ, രാപ്പകൽ ദൈവസന്നിധിയിൽ അപവാദം പറയുന്നേ അപവാദി എന്ന. അവൻ്റെ ദൂതന്മാർ ഇഷ്ടം പോലെ ഇന്ന് ഭൂമിയിലുണ്ട്. മലയാളത്തിൽ ഒത്തിരിയുണ്ട്. പരിശുദ്ധാത്മാവിനെതിരെയും ആത്മനിയന്ത്രണത്തിൽ നടക്കുന്നവനെതിരെയും തനി അപവാദം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അപവാദികൾ ധാരാളമുണ്ട്. ഇതുങ്ങളെല്ലാം കൂടെ ഒരുമിച്ചായിരിക്കും. ചിലർ പ്രൈസ് ലോർഡ് എന്നൊക്കെ പറയും. അതിൻ്റെ അർത്ഥം രക്ഷിക്കപ്പെട്ടതാണെന്ന് ആരും തെറ്റിദ്ധരിക്കരുത്. അല്ല. കാര്യം തുടർന്നവരുടെ പ്രവൃത്തികൾ കണ്ടാൽ അറിയാം. വൃക്ഷത്തെ തിരിച്ചറിയുന്നത് ഫലം കൊണ്ടാണ്. സഹോദരന്മാരെ, രാപ്പകൽ അപവാദം പറയുന്ന അപവാദി, ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന പിശാചും സാത്താനും എന്ന മഹാസർപ്പം. ഈ മഹാസർപ്പം മുകളിൽ ഇരുന്നു കൊണ്ട് ഭൂതലത്തിൻ്റെ ഏതു ഭാഗത്തും ഏതു ഭാഷയിലും ഏതു കാലഘട്ടത്തിലും ഒരു കൂട്ടം അപവാദികളെ സൃഷ്ടിക്കും. അവരവൻ്റെ വേല ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കും. ഭൂതലത്തെ മുഴുവനും തെറ്റിച്ച് കളയുന്ന മഹാസർപ്പമായ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവൻ്റെ ദൂതന്മാരെയും അവനോടുകൂടെ തള്ളിക്കളഞ്ഞു. ഇത് സഹസ്രാബ്ദത്തിൽ സംഭവിക്കുവാനുള്ള കാര്യമാണ്. ഇനി സ്വർഗത്തിൽ നിന്ന് അവൻ വെട്ടേറ്റ് നിലത്ത് വീഴും. 6ാമതായി അഗാധകൂപത്തിൽ 1000 വർഷം ഇവൻ കിടക്കേണ്ടതായി വരും. ഇംഗ്ലീഷിൽ കാണേണ്ടവർ കണ്ടു. അഗാധകൂപത്തിൽ 1000 വർഷം അവൻ കിടക്കേണ്ടതായി വരും. ആൻഡ് സോ an angel come down from heaven. ഓക്കെ, മലയാളത്തിൽ. അനന്തരം ഒരു ദൂതനഗാധത്തിൻ്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ച് 1000 ആണ്ടേക്ക് ചങ്ങലയിട്ടു. 1000 ആണ്ട് കഴിയുവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ടു, അടച്ചു പൂട്ടുകയും മീതെ മുദ്രയിടുകയും ചെയ്തു. അതിൻ്റെ ശേഷം അവനെ അല്പകാലത്തെ കഴിച്ചുവിടേണ്ടതാകുന്നു. ഞാൻ പറഞ്ഞു, ഈ 1000 വർഷം കഴിഞ്ഞാൽ അവനെ അല്പകാലത്തെ കഴിച്ചുവിടും. അന്ന് വീണ്ടും ഒരു യുദ്ധമുണ്ടാകും. അതിനേക്കാൾ വലിയ യുദ്ധമായിരിക്കും. അധികം ദിവസങ്ങൾ ആ യുദ്ധത്തിന് ആയുസ്സില്ല. ആ യുദ്ധം പെട്ടെന്ന് തീരും. അവനെ പിടിച്ചുകെട്ടി ഇനിയും അഗാധകൂപത്തിലേക്കിടും. അത് 6ാമത്തെ വീഴ്ചയാണ്. 7ാമത്തെ വീഴ്ച അവസാനം ഗന്ധകപ്പൊയ്കയിലേക്ക്
അവനെ തള്ളിക്കളയും. വെളിപ്പാട് പുസ്തകം 20:7 ഇംഗ്ലീഷിൽ ഒന്ന് കണ്ടു. വെളിപ്പാട് പുസ്തകം 20:7 വെളിപ്പാട് പുസ്തകം 20:10 2 വാക്യങ്ങളിൽ നോക്കിയാൽ 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധകപ്പൊയ്കയിലേക്ക് തള്ളിയിടും. എതിർ ക്രിസ്തു എന്നതിന് ഒരു ട്രയൂൺ ഫോർമാറ്റ് ഉണ്ട് എന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഞാനിവിടെ എടുത്തിരുന്നു. ഈ അടുത്തെങ്ങും ഞാനത് എടുത്തില്ല. എതിർ ക്രിസ്തു എന്നതിന്, അന്തിക്രിസ്തു എന്നതിന് അത് തന്നെ ഒരു സബ്ജക്റ്റാക്കി ഒരു ദിവസം കൊണ്ടുവരേണ്ടത് ആവശ്യമാണെന്ന് പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തോട് ശക്തമായി ഇടപെടുന്നുണ്ട്. അത് എന്നത്തേക്ക് തീരുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എതിർ ക്രിസ്തു യോഹന്നാൻ അപ്പോസ്തലൻ എഴുതുമ്പോൾ എതിർ ക്രിസ്തുക്കൾ പലരും എഴുന്നേറ്റ് കഴിഞ്ഞു. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തു എത്രയുണ്ട്? ഇതൊക്കെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവിനാൽ ഓരോരുത്തരെ പൊക്കുന്നതാണ്. അതിൻ്റെ ഏറ്റവും പ്രധാന ലക്ഷണം സഭയ്ക്ക് വാണിങ്ങിനായി ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവരുടെ ഗൈഡ് ലൈനിനു വേണ്ടി ഞാൻ ഇന്ന് പരസ്യമായി പറയുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുന്നു. അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. തെസ്സലോനിക്ക ലേഖനത്തിൽ അധർമ്മത്തിൻ്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറുക മാത്രം വേണം. ആരാണ് ഇതുവരെ തടയുന്നവൻ? 1 പരിശുദ്ധാത്മാവ, 2 ദൈവസഭയാ. ദൈവസഭയും പരിശുദ്ധാത്മാവും ഒരുമിച്ച്, നമുക്ക് ഓർമ്മയുണ്ട്, പെന്തക്കോസ്ത് നാളിൽ പരിശുദ്ധാത്മാവ് ഭൂമിയിൽ വന്നാണ് സഭയുണ്ടാക്കിയത്. മഹാകാഹളധ്വനിയിൽ പരിശുദ്ധാത്മാവ് സഭയുമായി ഇവിടെ നിന്ന് കയറിപ്പോവും. പണ്ട് പരിശുദ്ധാത്മാവ് ഇറങ്ങി ഭൂമിയിൽ സഭയെ ഉണ്ടാക്കി. ഈ സഭയുമായി പരിശുദ്ധാത്മാവ് ഇവിടെ നിന്ന് കയറിപ്പോകും. ഇതുവരെ തടയുന്നവൻ വഴിയിൽ നിന്ന് മാറി. ഇതുവരെ എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവുമായി യുദ്ധം ചെയ്തത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെയാണെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ശത്രു പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവിനെതിരെയുള്ള ദൂഷണങ്ങൾ ഒന്നുകൂടെ ഓർത്തോണേ. നരകത്തിൽ പോയി ചാടാതെ. ഇതെല്ലാം കൂടെ ഒരുമിച്ചാണ് സഹസ്രാബ്ദ വാഴ്ചയിലേക്ക് പ്രവേശിക്കുന്നത്. സഹസ്രാബ്ദ വാഴ്ചയിൽ പാപം കാണത്തില്ല. കാര്യം പിശാചിനെ പിടിച്ച് പൂട്ടിയിരിക്കുക. പക്ഷെ ഇന്ന് ചെയ്തതും അന്നവൻ്റെ മനസ്സിലിരിക്കുന്നതുമായത് കണ്ടിന്യൂ ചെയ്തിരിക്കും. അതിന് ശിക്ഷയുണ്ടായിരിക്കും, മറക്കരുത്. പരിശുദ്ധാത്മാവുമായുള്ള എതിർപ്പിൽ ഒരുപാട് കാര്യങ്ങളിൽ എതിർപ്പില്ലാത്തവർ. എന്നോടൊരിക്കൽ ഒരാൾ പറഞ്ഞു, നിങ്ങളുടെ ചർച്ചിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു, ഇവിടെ ബഥേലിൻ്റെ കാര്യമല്ല, അതിന് മുമ്പേ പറഞ്ഞതാണ്, നിങ്ങളുടെ ചർച്ചിൽ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചു എന്ന് പറയുന്നവർ വളരെ മോശമായി ജീവിക്കുന്നത് കൊണ്ട് ഞാൻ അങ്ങോട്ട് വരത്തില്ല. ബാംഗ്ലൂർ വെച്ച് പറഞ്ഞ ചരിത്രമല്ല, ഡൽഹി വെച്ച് പറഞ്ഞ ചരിത്രമാണ്. ഞാൻ അങ്ങോട്ട് വരത്തില്ല. ഞാൻ അദ്ദേഹം ചോദിച്ചിട്ട്, അവൻ കയറുന്ന ട്രെയിനെ നീ കയറുമോ? പിന്നെ അല്ല, ഇപ്പം എന്ത് ചെയ്യാൻ? അവൻ അരി വാങ്ങിക്കുന്ന റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അരി നീ അവിടുന്ന് അരി വാങ്ങിക്കൂ? പിന്നെ അല്ലാതെ. എടാ, അത് രണ്ടും ആകാമെങ്കിൽ പിന്നെ പള്ളി പോലത്തെ തകരാറിനിടവ്. നിന്റെ വൈരാഗ്യം അവനോടല്ല, നിന്റെ വൈരാഗ്യം പരിശുദ്ധാത്മാവിനോടാ. പക്ഷേ ആ വൈരാഗ്യം ജനിപ്പിക്കേണ്ടതിന് വേണ്ടി ഒരുപാടെണ്ണം ലോകത്തിലുണ്ട്. തൽക്കാലത്തേക്ക് അവർക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്ന നക്കാപ്പിച്ചയായിരിക്കാം കാരണം, അല്ലെങ്കിൽ പിശാചിൻ്റെ സേവകന്മാർ കൊടുക്കുന്ന ഡൊണേഷൻ ആയിരിക്കാം. ഓരോന്നോരോന്ന് അറിയാവുന്നത് കൊണ്ട് പറയുക. പക്ഷേ മറക്കരുത്, പരിശുദ്ധാത്മാവുമായി യുദ്ധം ചെയ്യുന്ന സകലതും എതിർ ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. കാര്യം ഇവർ തമ്മിലാണ് പ്രധാന സമരം. എതിർ ക്രിസ്തുക്കൾ ധാരാളം എഴുന്നേറ്റ് കഴിഞ്ഞു, ഇന്നുമുണ്ട് എന്ന് യോഹന്നാൻ അപ്പോസ്തലൻ 1-ാം നൂറ്റാണ്ടിനെ കുറിച്ച് പറഞ്ഞു. 21-ാം നൂറ്റാണ്ടിൽ എത്രയധികം. ഇവരെ 1000 ആണ്ട് കഴിയുവോളം സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്കയിലേക്ക് തള്ളിയിടും. ഞാൻ പോയത് എതിർ ക്രിസ്തുവിന് ട്രയൂൺ ഫോർമാറ്റുണ്ട്. 1, അതിനകത്തൊരു ഗവൺമെൻറ് ഉണ്ട്, അതിനെ മൃഗമെന്ന് വിളിക്കും. 7 തലയും 10 കൊമ്പുമുള്ള ഒരു മൃഗം. തല തങ്കം കൊണ്ട് ആരംഭിച്ച് വെള്ളി കൊണ്ട് കൈകളും മാറിടവും വന്ന് ഗ്രീസ് മുതൽ താമ്രത്തിലേക്ക് മാറി റോമൻ ഭരണമാകുന്ന ഇരുമ്പ് ഭരണം കടന്ന് ഇരുമ്പും കളിമണ്ണും ചേർന്ന ജനായത്ത ഭരണത്തിലൂടെ യാത്ര ചെയ്ത് ഒടുവിൽ വന്ന് നിൽക്കുന്ന ബിംബമാണ് ആ പറയുന്നതായ മൃഗം. ഇതെല്ലാം കൂടെ കണക്റ്റഡാണ്. ആ മൃഗമാണ് അതിൻ്റെ 1-ാമത്തെ ഭാഗം. മൃഗത്തെ ഓൾറെഡി തള്ളിക്കഴിഞ്ഞു, അത് പാതാളത്തിലായി. 2 മൃഗത്തെ നയിക്കുന്ന വ്യാജ ആത്മാവാണ്, ഒരു വ്യാജ മതമാണ് കള്ളപ്രവാചകൻ. അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന തീപ്പൊയ്യയിലേക്ക് തള്ളിയിടും. പിശാചിനെ അന്ത്യത്തിൽ തള്ളിയിടും. അത് 7-ാമത്തെ കാര്യമാണ്.
ലൂക്കോസിൻ്റെ സുവിശേഷം 19:20 യേശു തൻ്റെ ശിഷ്യന്മാർക്ക് 10 പട്ടണവും 5 പട്ടണവും 2 പട്ടണവും എന്നിങ്ങനെ വ്യത്യസ്ത അധികാരങ്ങൾ ഏൽപ്പിക്കും. തലഛേദിക്കപ്പെട്ടവർക്ക് 1 സ്ഥാനവും, യേശുക്രിസ്തു മുഖേന കയ്യും കാലും നഷ്ടപ്പെട്ടവർക്ക് അതിനോട് ചേർന്ന സ്ഥാനവും, ഭൂമിയിൽ കഷ്ടം സഹിച്ചവർക്ക് അതിനൊത്ത പ്രതിഫലവും, കഷ്ടം സഹിക്കാതെ എങ്കിലും ദൈവത്തെ സേവിച്ചവർക്ക് അതിനൊത്ത പ്രതിഫലവും കൊടുത്ത് ഭരണാധികാരികളായി പട്ടണങ്ങളുടെ ചുമതലയിൽ ഇരുത്തും. ഇവിടെ പട്ടണങ്ങളെന്ന് പറയുന്നത് നക്ഷത്രങ്ങളാണോ ഗാലക്സികളാണോ എന്നെനിക്ക് പ്രവചിക്കാൻ അറിയാൻ വയ്യ. അത് ദൈവം നോക്കട്ടെ. 2 ഭൂമിയിലെ ചില്ലറ പട്ടണങ്ങൾ എന്ന് തെറ്റിദ്ധരിക്കേണ്ട. അതിനപ്പുറത്തോട്ട് അധികാരമുണ്ട്. നാം ദൂതന്മാരെ ന്യായം വിധിക്കേണ്ടവരാണ് എന്ന് പൗലോസ് എടുത്തു പറഞ്ഞതാണ് എനിക്ക് ഉപോത്ബലകം. ആ നേതാക്കന്മാർ ഭരണം നടത്തും. അതെ, നിർവൃതിയുടെ ദിവസങ്ങളായിരിക്കും അത്. ഞാൻ മുന്നോട്ട് മാറട്ടെ. ദ ഗവൺമെൻറ് സിംഹാസനത്തിൻ്റെ ചുറ്റിലും 24 സിംഹാസനം, വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, ദൈവത്തിൻ്റെ 7 ആത്മാക്കളായ 7 ദീപങ്ങൾ സിംഹാസനത്തിൻ്റെ മുമ്പിൽ ജ്വലിച്ചുകൊണ്ടിരുന്നു. അന്നത്തെ ഗവൺമെൻറ്റിനെ കുറിക്കുന്ന ഒരു സൂചന പറയുകയാണ്, ഒരു കൊച്ചു സൂചന. ദി ഗവൺമെൻറ് സൈറ്റൻ ലൂസ്ഡ് ഔട്ട് ഓഫ് ഹിസ് പ്രിസൺ. സാത്താനെ വീണ്ടും അഴിച്ചുവിടുന്ന ഒരു രംഗം. അവിടെ തന്നെ മലയാളം ഇംഗ്ലീഷിൽ രണ്ടുമുണ്ട്. സാത്താനെ വീണ്ടും അഴിച്ചുവിടുന്ന ഒരു രംഗമാണ്. ഞാൻ സഹസ്രാബ്ദം ഇവിടെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുകയാണ്. സഹസ്രാബ്ദത്തിൽ വാഴുന്നത് ഈ ഭൂമിയെ മാത്രമല്ല, ഇതര ഗോളങ്ങളെയും വാഴും. കാര്യം 12 സിംഹാസനങ്ങളിൽ അവരിരിക്കും. വിശുദ്ധന്മാർ അവരവർക്ക് ലഭിക്കുന്ന സിംഹാസനങ്ങളിൽ ഇരിക്കും. ഇതിൻ്റെ എല്ലാം ആകത്തുക തീരുമാനിക്കുന്നത് ഇവിടെയാണ്. മഹോദ്രവം കഴിഞ്ഞ് അതേ സാഹചര്യത്തിലാണ് നാം കയറുന്നത്. അതിനുശേഷം മാനസാന്തരത്തിന് അവസരമില്ല. മഹോദ്രവകാലത്ത് ഒരു കൂട്ടം ആളുകൾ രക്ഷിക്കപ്പെടും. അവരെ ട്രിബുലേഷൻ സെയിൻസ് എന്നാണ് വിളിക്കുന്നത്. ആ മഹോദ്രവ സമയത്തുണ്ടാകുന്ന വിശുദ്ധന്മാർ. പക്ഷെ മറക്കരുത്, ഇന്ന് സകല സാധ്യതകളും പരിശുദ്ധാത്മാവും നമുക്ക് സഹായത്തിനായി നിൽക്കുമ്പോൾ പൂർണ്ണഹൃദയത്തിൽ ദൈവത്തെ സേവിപ്പാൻ കഴിയാത്ത ഒരു വ്യക്തിക്ക് 1000 പ്രശ്നങ്ങളുടെ നടുവിൽ ഒരിക്കലും കഴിയുകയില്ല എന്ന് മറക്കരുത്. ഒരിക്കലും കഴിയുകയില്ല. എങ്കിലും ഉണ്ട്, വളരെ അപൂർവമായ ആളുകൾ കാണും. ആ കൂട്ടത്തിലേക്ക് പോകാൻ നിൽക്കാതെ ഇന്ന് പകൽ കർത്താവിൻ്റെ മുമ്പിൽ കർത്താവെ പൂർണ്ണതയിൽ ജീവിക്കുവാൻ, ദൈവിക പൂർണ്ണതയിൽ പോകുവാൻ ഞാൻ എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നുവെന്ന് ഒരു തീരുമാനമെടുക്കുന്നത് കൊള്ളാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ 1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെ ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. 3-ാം ലോക മഹായുദ്ധത്തിൽ ഇവന്മാരാ പൊളിഞ്ഞത്, ഗോഗ് മാഗോഗാ പൊളിഞ്ഞത്. 3-ാം ലോക മഹായുദ്ധത്തിൽ തകർന്നത് ഇവനാ. എങ്കിലും ആ പകയവൻ്റെ അകത്തിരിപ്പുണ്ട്. എങ്കിലും ആ എതിരവൻ്റെ അകത്തിരിപ്പുണ്ട്. സാത്താനെ പിടിച്ച് പൂട്ടിയ കാരണത്താൽ അനങ്ങാൻ വയ്യാതായി പോയതാ. കേരളത്തിൽ ഒരു സ്നേഹിതൻ ജന്തുലോകത്തെക്കുറിച്ച് പഠിച്ച കൂട്ടത്തിൽ അദ്ദേഹം എന്നോടൊരു പദം പറഞ്ഞു. അദ്ദേഹം PhD ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ്. അദ്ദേഹം എന്നോടൊരു പദം ഇങ്ങനെ പറഞ്ഞു: അപൂർവമായി ചില വീടുകളിൽ സുലഭമായി അക്കാലങ്ങളിൽ, ഇന്ന് അപൂർവമായി ചില വീടുകളിൽ സുലഭമായി അക്കാലങ്ങളിൽ കണ്ടിരുന്നൊരു കൊച്ചു ജീവിയാണ് ബെഡിലിരിക്കുന്ന മൂട്ട, ബെഡ് ബഗ്സ്. ഇന്നതിനെ തീരെ കാണാനില്ല. പണ്ടിപ്പുള്ളി ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. മൂട്ടയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. തീരെ രക്തം കിട്ടാതായാലും ഈ പുള്ളി ഉണങ്ങിപ്പോവും. ഉണങ്ങി വരണ്ട് ഉറുമ്പിന് പോലും വേണ്ടാത്ത വരുവാകും. പക്ഷേ രക്തത്തിൻ്റെ മണമടിച്ചാൽ ഇവൻ തിരിച്ച് ജീവിക്കും, ഇവൻ തിരിച്ചെഴുന്നേക്കും. മസ്കറ്റിൽ നീണ്ട വർഷങ്ങൾ മഴയില്ലായിരുന്നു. കരിഞ്ഞുണങ്ങിക്കിടന്നതായ ആ മലയുടെ മുകളിൽ ഒരു മഴ പെയ്തു. അന്ന് ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടെ എല്ലാം നല്ല പുല്ലുകൾ നിൽക്കുന്നു. നീണ്ട വർഷങ്ങളായി അവരുടെ കണക്കനുസരിച്ച് ഒരു 5 വർഷത്തോളം ഉണങ്ങിക്കിടന്ന മലയുടെ മുമ്പിൽ പുല്ല് കിളുക്കാൻ കാര്യം എന്നാ? അടിയിൽ എവിടോ ചില വേരുകൾ ജീവനോടെ ഇരുന്നു. പാപം ജീവനോടെ ഇരിക്കും. തൽക്കാലത്തേക്ക് പത്തി ഒതുക്കിയത് കൊണ്ട് മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെടാത്ത ആളുകളുടെ ഉള്ളിൽ ഇവൻ ഒതുങ്ങിക്കിടക്കും. ഗോഗുമാഗോഗ് യുദ്ധം കഴിഞ്ഞ് കൊല്ലം 1000-മായി. അതിൻ്റെ ശക്തി മുഴുവനും തകർന്നു വന്നിരിക്കെ പൂട്ടപ്പെട്ട സാത്താനെ അഴിച്ചുവിടുകയും അവൻ പെട്ടെന്ന് വന്ന് ഗോഗ് മാഗോഗ് മുതലായവരെ യുദ്ധത്തിന് വേണ്ടി കൊണ്ടുവരികയും ചെയ്യും.
1000 ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെ ഉള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും. സൈറ്റൻ റിലീസ്ഡ് ആഫ്റ്റർ മില്ലേനിയം. വെളിപ്പാട് 17:4 അവൻ വന്ന് കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. അവർ വന്ന് കുഞ്ഞാടിനോട് യുദ്ധം ചെയ്യും. സർവ്വലോകത്തിൻ്റെയും ഭരണാധികാരിയായി യേശു മാത്രം ഇരിക്കുന്ന സാഹചര്യത്തിൽ അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്നവർക്ക് സാത്താൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ ആയിരിക്കും. ഇതിന് പല നിവർത്തീകരണങ്ങളുണ്ട്. പണ്ടൊരിക്കൽ മഹോദ്രവ സമയത്ത് ഇസ്രയേലിൻ്റെ നടുവിൽ സ്വർഗത്തിൽ നിന്ന് 2 അഭിഷക്തന്മാർ ഇറങ്ങി വരികയും ഇതുവരെ നിങ്ങളെ കളിപ്പിച്ച് നിങ്ങളോട് പ്രമാണം ചെയ്തവൻ എതിർ ക്രിസ്തുവിൻ്റെ ഭാഗമാണെന്നും, എതിർ ക്രിസ്തു എന്നല്ല, എതിർ ക്രിസ്തുവിൻ്റെ ഭാഗമാണെന്നും, കാര്യം ആ ഭരണത്തിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്, ആ പ്രഭു നിങ്ങളോട് വ്യവസ്ഥ ചെയ്തത് നിങ്ങളെ വഞ്ചിക്കാനായിരുന്നുവെന്നും, സാക്ഷാൽ നിങ്ങൾ കുത്തിയവനായ യേശുവാണ് ലോകത്തിൻ്റെ രക്ഷിതാവും നിങ്ങളുടെ മശിഹയുമെന്ന് പ്രവചിക്കുന്നതോടെ അവരത്ഭുതങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്യും. മഴ പെയ്യാതെ വണ്ണം ആകാശത്തെ അടച്ചു കളയുവാൻ മോശയും ഏലിയാവും നടത്തിയതായ അത്ഭുതങ്ങൾ കൊണ്ട് ലോകത്തെ ഭയപ്പെടുത്തുവാൻ അവർക്ക് കഴിയുമായിരുന്നു. അത്ഭുതം കണ്ടുകൊണ്ടാണ് ഒരുപാട് പേര് ദൈവത്തെങ്കിലേക്ക് അന്ന് തിരിഞ്ഞ് കുത്തിയവെങ്കിലേക്ക് നോക്കിയത്. അധർമ്മമൂർത്തിയുടെ വെളിപ്പാടിൽ ഒടുവിലത്തെ 1000 ആണ്ട് കഴിയുമ്പോൾ ഇവനെ അഴിച്ചുവിടുന്ന വരവിൽ അവൻ വന്ന വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും അനീതിയുടെ സകല വഞ്ചനയോടും കൂടെ തിരികെ വരികയും ഒരുപാട് പേർ അവനെ വിശ്വസിക്കുകയും ആകാശത്തിലെ കടൽക്കരയിലെ മണൽ പോലെ ഒരു വലിയ പുരുഷാരത്തെ ഒരുമിച്ച് കൂട്ടി രാജാധിരാജാവും ദൈവാധിദൈവവും കർത്താധികർത്താവുമായി അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന യേശുവിനോട് നേരിട്ട് യുദ്ധത്തിന് വേണ്ടി വരികയും ചെയ്യും. അവരുടെ ഇത് ഹെർമദോൻ യുദ്ധമെന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് നടക്കുന്നത് എവിടെ വെച്ചായിരിക്കും? വെളിപ്പാട് പുസ്തകം 16:16 സകല രാജാക്കന്മാരും, ദ ഹോൾ വേൾഡ്, മുഴു ലോകത്തെയും കുറിക്കുന്നതാണ്. ഇസ്രയേൽ ഒരുമിച്ച് ഒരു സൈഡിൽ ക്രിസ്തുവിനോടുകൂടെയും സകല രാജ്യങ്ങളും ഭൂമിയിലുള്ള സകല രാജ്യങ്ങളും ഒരുമിച്ച് മറു സൈഡിലുമായി ഒരു യുദ്ധം നടക്കും. അവരെ എബ്രായ ഭാഷയിൽ വെളിപ്പാട് 16:16 അവരെ എബ്രായ ഭാഷയിൽ ഹെർമഗദോൻ എന്ന് പേരുള്ള സ്ഥലത്തിൽ കൂട്ടിച്ചേർക്കും. ഒരു വാക്യമുണ്ട്, കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. എവിടെയാണെന്ന് എനിക്ക് ആ വാക്യം കിട്ടിയില്ല, ആ റെഫറൻസ് കിട്ടിയില്ല. വാക്യം കറക്റ്റാണ്, ഞാൻ എൻ്റെ ഓർമ്മയിൽ നിന്നെടുത്തിട്ടതാണ്. വാക്യം കറക്റ്റാണ്, ഓർമ്മയിൽ നിന്നിട്ടതാണ്. ആ റെഫറൻസ് എനിക്ക് കിട്ടിയില്ല. ഇപ്പോൾ കിട്ടി ആരും പറയുകയും വേണ്ട, നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നെ വിളിച്ചു പറഞ്ഞാൽ ഞാനത് കറക്റ്റ് ചെയ്തോളാം. കുതിരപ്പടയുടെ സംഖ്യ 10,000 മടങ്ങ് 20,000 എന്ന് ഞാൻ കേട്ടു. എന്ന് പറഞ്ഞാൽ കുതിരപ്പുറത്ത് മാത്രം യുദ്ധത്തിന് വരുന്നവർ 20 കോടി കാണുമെന്ന്. നമുക്ക് മനസ്സിലാകാത്ത ഫിഗേഴ്സാണ്, നമുക്ക് മനസ്സിലാകാത്ത അളവാണ്. കുതിരപ്പട മാത്രം, ആ കുതിരപ്പട എന്ന് ഉദ്ദേശിക്കുന്നത് എന്തിനെയാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഒരൊറ്റ വിഭാഗം മാത്രം 20 ലക്ഷം കാണും. അങ്ങനെ ഒരു വൻ യുദ്ധത്തിന് വേണ്ടി തയ്യാറാകും. എവറി കിങ്, വെളിപ്പാട് പുസ്തകം 16:16 ആൻഡ് അഗെയിൻ ഐ പ്രൊഡ്യൂസിങ് ഇൻ ഇംഗ്ലീഷ്, ദാറ്റ് ഇസ് ഇറ്റ്. 20 ലക്ഷം പേര്, 20 കോടി ആളുകൾ കുതിരപ്പട തന്നെ വരും. ഒരു മഹായുദ്ധം നടക്കും. കിദ്രോൻ വാലി എന്നറിയപ്പെടുന്നതായ ഹർമഗദോനിൽ വെച്ചായിരിക്കും യുദ്ധം നടക്കുന്നത്. ഇത് കഴിഞ്ഞാൽ വെള്ളസിംഹാസന വിധിയാണ്. എനിക്കിന്ന് വെള്ളസിംഹാസന വിധിയിലേക്ക് പോകാനൊക്കത്തില്ല. 1 hour ഓടെടുക്കും. പക്ഷെ അതിനകത്ത് ഗംഭീരമായ ചില കാര്യമുണ്ട്. ഞാൻ 10 മിനിറ്റ് കൊണ്ട് അത് മാത്രം ഒന്ന് പറഞ്ഞ് അടുത്ത ആഴ്ച ഞാൻ ഇവിടെ ഇല്ല, അതിൻ്റെ പിന്നത്തെ ആഴ്ചയിൽ കർത്താവ് അനുവദിച്ചാൽ ബാക്കി എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഈ വർഷം തീരുന്നതിന് മുമ്പേ വെള്ളസിംഹാസന വിധി വരെ തീരുമെന്ന് തോന്നുന്നു. ഇന്നെനിക്കത് മുഴുവനും എടുക്കാനൊക്കത്തില്ല. ആകാശം അവൻ്റെ മുമ്പിൽ നിന്ന് പോയി, ഭൂമി അവൻ്റെ മുമ്പിൽ നിന്ന് പോയി. ഈ ആകാശത്തിലും ഭൂമിയിലുമല്ലാത്ത വേറെ ഏതോ ഒരു ഗോളത്തിൽ, വേറെ ഏതോ ഒരിടത്ത് കൊണ്ടു നിർത്തും. ഞാൻ പറഞ്ഞില്ല, പാട്ട് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് കല്ലുകൾ എറിയുന്നത് പോലൊക്കെ കാണാം. ഇതെല്ലാം നക്ഷത്രമണ്ഡലങ്ങളാണ്. 1000 കോടി വാനഗോളങ്ങളെ താണ്ടി പോയിടും. നിന്റെ യാത്ര ഊഹിക്കാവുന്നതിലപ്പുറത്താണ്. അതിനപ്പുറത്ത് എവിടെയോ ഒരു വെള്ളസിംഹാസന വിധി ഉണ്ടായിരിക്കും. ഐ സോ എ ഗ്രേറ്റ് വൈറ്റ് ത്രോൺ, വെളിപ്പാട് പുസ്തകം 20:11. ഞാൻ ഒത്തിരി അങ്ങ് മാറാൻ പോകുകയാണ്. മാറിക്കഴിഞ്ഞ ശേഷം
ചില ഭാഗങ്ങൾ മാത്രം ഒന്ന് തൊടാൻ ആഗ്രഹിക്കുന്ന കർത്താവ് അനുവദിക്കുന്നെങ്കിൽ പിന്നത്തേതിലൊരിക്കൽ ഞാനത് എടുത്തോളാം. തൻ്റെ വൈറ്റ് ത്രോണിൻ്റെ 7ാം വിശദീകരണം. ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒരുപാട് പുസ്തകങ്ങൾ ദൈവസന്നിധിയിൽ തുറക്കും. ഈ വൈറ്റ് ത്രോൺ വിധിയുടെ പ്രത്യേകത സ്വർഗത്തിൽ ഇരിക്കുന്ന ദൈവജനത്തെ തിരിച്ചു കൊണ്ടുവരും. ഭൂമിയിലേക്കല്ല, ആ പുതിയ ഗോളത്തിലേക്ക്. ആദാം മുതൽ ജനിച്ചവരും എടുക്കപ്പെട്ടവനും അവസാനം ജനിക്കുന്നവനും അവസാനം മരിച്ചവരും മനുഷ്യവർഗത്തിൽപ്പെട്ട സകലരും ആബാലവൃദ്ധം സിംഹാസനങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. 3 പ്രധാനപ്പെട്ട സിംഹാസനങ്ങളുണ്ടായിരിക്കും. ഈ അന്തിമവിധിയിൽ നമ്മളെല്ലാം ഭരണത്തിലിരിക്കത്തില്ല. അന്തിമവിധിയിൽ വിധിക്കുന്നത് പിതാവും പുത്രനും പരിശുദ്ധാത്മാവും മാത്രമായിരിക്കും. പുസ്തകങ്ങൾ തുറന്നു. ഞാനത് വരുന്ന ആഴ്ച എടുത്തോളാം. ഏതെല്ലാം ആ പുസ്തകങ്ങൾ? മനുഷ്യൻ പറഞ്ഞ ഏത് നിസ്സാര വാക്കും റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. നിങ്ങൾ നോക്കിയാൽ ചോദിച്ചേക്കാം, ആരാ റെക്കോർഡ് ചെയ്യുന്നതെന്ന്? ദൈവം റെക്കോർഡ് ചെയ്യുന്നുണ്ട്, പ്രകൃതി റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഞാനതിപ്പോൾ തൽക്കാലം വിശദീകരിക്കുന്നില്ല. ഇതെടുക്കുന്ന ദിവസം വിശദീകരിക്കാൻ നോക്കാം. 50-ാം സങ്കീർത്തനപ്രകാരം കൊടുങ്കാറ്റും തീയും അവൻ്റെ മുമ്പിൽ സാക്ഷിയായി വരും. കാര്യം അനേക ദൈവമക്കളെ ചുട്ടുകരിക്കുകയായിരുന്നു. ഇന്നും നടന്നുകൊണ്ടിരിക്കുക. ഈ തീജ്വാല സാക്ഷിയായി എഴുന്നേറ്റ് വരും. കിടക്കമുറികളുടെ ഇഷ്ടികകൾ എഴുന്നേറ്റ് വരും. കിടക്കമുറിയുടെ ഇഷ്ടികകൾ രഹസ്യമായി സംസാരിച്ചതും രഹസ്യമായി പാപകൃത്യങ്ങൾ ചെയ്തതും പരസ്യമായി വിളിച്ചു പറയുവാൻ കിടക്കമുറികളുടെ ഇഷ്ടികകൾ എഴുന്നേറ്റ് വരും. വീടിൻ്റെ ഉത്തരങ്ങൾ എഴുന്നേറ്റ് വരും. വാക്യങ്ങൾ ഞാൻ അടുത്ത ദിവസം എടുത്തോളാം. ഇത് മുഴുവനും സാക്ഷികളായി എഴുന്നേറ്റ് വരും. യാഗം ചെയ്ത് എന്നോട് നിയമം ചെയ്ത എൻ്റെ വിശുദ്ധന്മാരെ എൻ്റെ മുമ്പിൽ കൂട്ടുക, പാപികളെയും കൊണ്ടുവരിക, എല്ലാവരെയും ഇവിടെ ന്യായം വിധിക്കുവാൻ ഏറ്റവും പ്രധാനമായ 3 സിംഹാസനങ്ങൾ കാണാം. ഇടത്തെ അറ്റത്തേത് പിതാവിൻ്റെ സിംഹാസനമാണ്. 2ാമത്തേത് പുത്രൻ്റെ വചനമെന്ന പുത്രൻ്റെ സിംഹാസനമാണ്. 3ാമത്തേത് പരിശുദ്ധാത്മാവിൻ്റെ സിംഹാസനമാണ്. ഈ 3 സിംഹാസനങ്ങൾ ആളില്ലാതെ ഒഴിഞ്ഞ 3 കസേരകൾ 3 ഷേപ്പിലുള്ളത് ഞാൻ കാണിച്ചിട്ടുണ്ടെന്ന് മാത്രം. ഇവിടെയാണ് അന്തിമ വിധി നടക്കുന്നത്. അന്ന് പുസ്തകം വിളിച്ചുകൊണ്ടുവരും. ഭൂമി തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുക്കും. ഭൂമിയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദൈവജനത്തിന് ദോഷം ചെയ്ത ഫിലോസഫിയിലൂടെ കാറൽ മാർക്സ് തുടങ്ങി ദൈവവചനത്തിനും സുവിശേഷത്തിനും വിരോധമായി യാതൊരു ലോജിക്കുമില്ലാതെ ലോജിക്സ് എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങി നടക്കുന്ന ഒരുപാട് ചിന്തകന്മാരിവിടെയുണ്ട്. ഞാനതിൻ്റെ ഒന്നും വിശദീകരണത്തിലേക്ക് തൽക്കാലം പോകുന്നില്ല. ഏത് കുഞ്ഞിനും മനസ്സിലാകുന്നത് പോലെ നമ്മളൊരു പരിണാമ വസ്തു അല്ല. ഞാൻ 1-2 ഉദാഹരണം ഒന്ന് പറയാം. മനുഷ്യൻ്റെ ബോഡി പരിണാമത്തിൽ സംഭവിക്കുന്നത്, പരിണാമവാദികളുടെ അഭിപ്രായ പ്രകാരം പരിണാമത്തിൽ സംഭവിക്കുന്നത് മനുഷ്യന് പ്രയോജനമുള്ളതും ആവശ്യമുള്ളതും റീറ്റെയിൻ ചെയ്ത് വർദ്ധിപ്പിക്കുകയും പ്രയോജനമില്ലാത്തതും കൊള്ളുകയില്ലാത്തതുമായത് അവസാനിപ്പിക്കുകയും ചെയ്തുകൊണ്ടാണ് ഓരോ സൃഷ്ടിയും വേറൊന്നിലേക്ക് പരിണാമം ചെയ്യപ്പെടുന്നത്. കാനവച്ചൻ ജീവനോടിരിക്കുമ്പോൾ ചോദിച്ചൊരു ചോദ്യം എൻ്റെ ഓർമ്മയിലുണ്ട്. വയറിനകത്ത് രോഗമൊക്കെ വരുമ്പോൾ ഒരു നാറ്റമുള്ള ഗ്യാസ് പുറത്തു വരും. ആർക്കും ഇഷ്ടമല്ല. ഇതിന് പകരം എന്ത് മണമുള്ളൂ ഒന്നും വരാത്തതെന്ന്. എത്ര പരിണാമമായിടൂ. തനി പറയുന്നതിനകത്ത് എന്തെങ്കിലും അർത്ഥമുണ്ടെങ്കിൽ ഇന്ന് വയറ്റിൽ നിന്ന് വരുന്ന ഗ്യാസ് മണമുള്ളതായിരിക്കണ്ടേ? അല്ലല്ലോ. അപ്പോൾ പരിണാമം നടക്കുന്നുണ്ടോ? 2, മനുഷ്യൻ്റെ ശരീരം അൺബാലൻസ്ഡാണ്. ഒരു പശുക്കുട്ടി ജനിച്ചു വീണാൽ 3-4 മിനിറ്റിനകം അതിന് എഴുന്നേറ്റ് നടക്കാം. കാര്യം അതിൻ്റെ ബോഡി ബാലൻസ്ഡാണ്. ബാലൻസ്ഡായ ബോഡിയിൽ 4 കാലുള്ളത് കൊണ്ട് അതിന് എഴുന്നേറ്റ് നടക്കാം. എന്നെ ആരെങ്കിലും പിടിച്ചില്ലെങ്കിൽ ഇപ്പോൾ താവോട്ട് ഇറങ്ങാനൊക്കത്തില്ല. പ്രായമായതുകൊണ്ട് വിറച്ച് താഴെ പോവും. അൺബാലൻസ്ഡ് ബോഡിയാണ്. എന്തുകൊണ്ട് ഇത് അൺബാലൻസ്ഡായി മാറി? ഞാൻ പറഞ്ഞില്ല, ചിന്തിക്കാൻ ലെവലേശം ചിന്ത ഉള്ള ഒരുത്തന് ലോജിക്കലി അറിയാം ഇത് സൃഷ്ടിയാണ്, സൃഷ്ടിച്ചവൻ്റെ ഇഷ്ടപ്രകാരമാണ്. പക്ഷേ ഈ പുള്ളികളെല്ലാം തന്നെ, ഈ കാണുന്ന പുള്ളികളെല്ലാം തന്നെ ദൈവവചനത്തെ മറിച്ച് കളയേണ്ടതിന് ഇതെല്ലാം ശാസ്ത്രീയമായി തെളിയിക്കാൻ ശ്രമിച്ചവരാണ്. ഇവർ ദ പേഴ്സിക്യൂട്ടേഴ്സ് ആൻഡ് ബൈബിൾ ബേണേഴ്സ്. ഞാനിവരെ വരുന്ന ആഴ്ച വിശദീകരിച്ചോളാം. ലോക ചരിത്രത്തിൽ അറിയപ്പെട്ടതിൽ
ഏറ്റവും കൂടുതൽ ദോഷം ചെയ്തവർ 2 പേര് ഇവരാ. ഈ 2 പേരാണ് ലോകചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ദൈവജനത്തിന് ദോഷം ചെയ്തവർ. ഇവന്മാരെ മുഴുവനും വിളിച്ചു വരുത്തും. എത്രയെത്രയോ ഭക്തന്മാരെ സിംഹങ്ങളുടെ മുമ്പിൽ എറിഞ്ഞു കൊടുത്തത് മുതൽ ഇസ്രയേലിനെ ക്ഷയിപ്പിച്ചില്ലാതാക്കിയ ഹിറ്റ്ലർ വരെ ഒരുപാട് സംഭവങ്ങൾ നടന്നു. തീർന്നില്ല. പഴയ നിയമത്തിൻ്റെ ന്യായശാസ്ത്രികൾ, പുതിയ നിയമത്തിൻ്റെ ന്യായശാസ്ത്രികൾ, മഹാപുരോഹിതന്മാർ, മേൽക്കോയ്മകൾ വഹിക്കുന്നവർ വരെ, ദൈവത്തിനും പരിശുദ്ധാത്മാവിനും വിരോധമായി തർക്കിക്കുന്നവർ മുഴുവൻ പേരെയും കൊണ്ടുവരും. ഇവരെ കൊണ്ടുവന്നേച്ച് പറയും, ഞാൻ അൽഫയും ഞാൻ ഒമേഗയുമാണ്, എന്നിട്ട് ഇവിടെ ഞാൻ നിന്നോളാം. ഈ 3 വ്യക്തികൾ നിന്നുകൊണ്ട് 1 യോഹന്നാൻ്റെ സുവിശേഷത്തെ 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ ഒരു വാക്യമുണ്ട്, രേഖകൾ സൂക്ഷിക്കുന്നവർ 7:30 അല്ലേ? 7:30 ഇല്ല, 5:7 വിട്ടു. 1 യോഹന്നാൻ 5-ാം അധ്യായം 7ഉം 8ഉം വാക്യങ്ങളാണ്. മലയാളത്തിലെ വാക്യം ഇല്ല. ബൈബിൾ സൊസൈറ്റിയും ഒത്തിരി ഗതികേടുകൾ കാണിച്ചു വെച്ചിട്ടുണ്ട്. സാത്താൻ അറ്റാക്ക് ചെയ്യാത്തൊരു ഏരിയ ഇല്ല, സാത്താൻ അറ്റാക്ക് ചെയ്യാത്തൊരു ഏരിയയുമില്ല. കഴിയുമെങ്കിൽ വൃതന്മാർ എന്നതാണ് അതിൻ്റെ ലക്ഷ്യം. ഇംഗ്ലീഷിലെ കിങ് ജെയിംസ് വേർഷനിൽ ഒരു ബ്രാക്കറ്റിൽ ഇത് കിടപ്പുണ്ട്. ബ്രാക്കറ്റിലിട്ടിരിക്കുന്നതിനെക്കുറിച്ച് ഒരു കൂട്ടം ആളുകൾ പറയുന്നത് പ്രധാന കൃതികളിൽ ഇല്ലെങ്കിലും ചില കൃതികളിൽ ഉണ്ടെന്നാണ്. ഞാനതിനെക്കുറിച്ച് കൊടുക്കുന്നത് പല കൃതികളിലൊന്നും എടുത്തു മാറ്റിയെങ്കിലും ഒറിജിനൽ കൃതിയിൽ ഉണ്ടെന്നാണ്. ഒറിജിനൽ കൃതിയിലുണ്ട്, അതാ ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത്. ഇംഗ്ലീഷിൽ ഞാൻ ആ വാക്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, മലയാളത്തിൽ ഈ വാക്യമില്ല. ഇതിന് പകരം ഒരു ഷോർട്ട് ഫോം കൊടുത്തിട്ടുണ്ട്. For there are 3 that bear record in heaven, the Father, the Word and the Holy Ghost, and these 3 agree on one. രേഖകൾ സൂക്ഷിക്കുന്നവരായി സ്വർഗത്തിൽ 3 പേരുണ്ട്. ത്രിയേക ദൈവമെന്ന പദം ഒറ്റ വാക്യം കൊണ്ട് തെളിയിക്കുവാൻ ഇത് മാത്രമേ ബൈബിളിൽ വാക്യമുള്ളൂ. There are 3 that bear record in heaven. സ്വർഗത്തിൽ രേഖകൾ സൂക്ഷിക്കുന്നവരായി 3 പേരുണ്ട്. ദി ഫാദർ, പിതാവ്, പുത്രൻ, വചനം, ആൻഡ് ഹോളി ഗോസ്റ്റ്, പരിശുദ്ധാത്മാവ്. ആൻഡ് ദീസ് 3 are one. ദീസ് 3 are one. ഇവർ 3 പേരും കൂടെ ചേർന്നാൽ ഒന്നാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന 3 വ്യക്തിത്വങ്ങൾ സിംഹാസനത്തിൻ്റെ മേലിരിക്കും. അവരുടെ മുമ്പിൽ വിശ്വസ്ത സാക്ഷികളായി ദൈവം ഒരു 3 സാക്ഷികളെ വിളിച്ചു നിർത്തും. പിതാവായ ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ പരിശുദ്ധാത്മാവിനെ സാക്ഷിയാക്കും. പുത്രനാകുന്ന ക്രിസ്തുവിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ പച്ചവെള്ളത്തെ സാക്ഷിയായി വിളിച്ചു നിർത്തും. പരിശുദ്ധാത്മാവാം ദൈവത്തിൻ്റെ ചോദ്യത്തിന് മറുപടി പറയുവാൻ ആത്മാവിനെ സാക്ഷിയായി വിളിച്ചു നിർത്തും. അവിടെയാണ് ന്യായവിധി ആരംഭിക്കുന്നത്. പുസ്തകങ്ങൾ തുറന്നു. തൻ്റെ പിതാവായ ദൈവം എൻ്റെ അപ്പനെ വിളിച്ച് ഞാൻ ആദ്യം പറയട്ടെ, അപ്പൂപ്പനെ വിളിച്ചു. ഞാൻ 5 മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാം, 5 മിനിറ്റ് കൊണ്ട് നിർത്തിക്കോളാം. എൻ്റെ വല്യപ്പച്ചനെ വിളിച്ചു ന്യായവിധിക്ക് വേണ്ടി. ഔസേപ്പ് എന്നായിരുന്നു ആ വല്യപ്പച്ചൻ്റെ പേര്. ഔസേപ്പ് കയറി വരാൻ പറയും. പുസ്തകത്തിൽ പേരുണ്ട്. അന്തിമ ന്യായവിധിയാണ് സകലരെയും ഭൂമിയിൽ ജനിച്ച സകലരെയും ഒരുമിച്ച് വിളിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സിംഹാസനത്തിൻ്റെ മുൻപിൽ ഒരു വലിയ ടേബിൾ ഉണ്ടെന്നിരിക്കട്ടെ, രേഖകൾ സൂക്ഷിക്കുന്ന ഒരു വലിയ ടേബിൾ ഉണ്ടെന്നിരിക്കട്ടെ. അതിൻ്റെ മറുവശത്ത് സാക്ഷിയെ നിർത്തിയിട്ടുണ്ട്. പിതാവായ ദൈവത്തിൻ്റെ സാക്ഷിയായി വരുന്നത് ആരായിരുന്നു? ഒന്നാമത്തെ സാക്ഷി ആത്മാവ്, പരിശുദ്ധാത്മാവാണ് ഒന്നാമത്തെ സാക്ഷിയായി നിൽക്കുന്നത് പിതാവാം ദൈവത്തിൻ്റെ ചോദ്യത്തിൻ്റെ മുമ്പിൽ. വിളിച്ചു ചോദിച്ചു, ഔസേപ്പ് നീ എൻ്റെ വകയാണോ? അപ്പോൾ എൻ്റെ വല്യപ്പച്ചൻ പറഞ്ഞു, അതെ, ഞാൻ യേശുവിൻ്റെ വകയാണ്. എൻ്റെ വല്യപ്പച്ചൻ രക്ഷിക്കപ്പെട്ടതായിരുന്നോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ട് പോലും ഇല്ല. ഞാൻ ചുമ്മാ അങ്ങ് പറയുകയാണ്. അല്ലെ ഏതെങ്കിലും ഒരു വല്യപ്പച്ചൻ എന്നിരിക്കട്ടെ, വേറൊരുത്തൻ്റെ തലയിൽ വെക്കാതിരിക്കാൻ ഞാൻ എൻ്റെ തലയിൽ എടുക്കുക. ഔസേപ്പേ നീ എൻ്റെ വകയാണോ? പിന്നെ അല്ലാതെ ഞാൻ ഉണ്ടായത് തന്നെ ക്രിസ്ത്യൻ കുടുംബത്തിലാണ്. അന്ന് മുതൽ അങ്ങനെ ജീവിക്കുന്നത്. ക്രിസ്തുവിൻ്റെ വക, ദൈവത്തിൻ്റെ വകയാ. ജീവപുസ്തകത്തിൽ പേരുണ്ടോ നോക്കിയടാ. ഒരു ദൂതൻ നോക്കി വെച്ച് പറഞ്ഞു, കർത്താവേ ജീവപുസ്തകത്തിൽ പേരില്ല. ഔസേപ്പ്, പരിശുദ്ധാത്മാവേ ഔസേപ്പിനെ കുറിച്ച് എന്തു പറയും? അദ്ദേഹം പറയും, പല പ്രാവശ്യം ഞാൻ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തതാ, ഇവൻ അനുസരിച്ചില്ല. ഇന്നതിനകത്തിരിക്കുന്ന ആരെക്കുറിച്ചെങ്കിലും പറയുമോ? പല പ്രാവശ്യം ഞാൻ ഹൃദയത്തിൽ പ്രേരണ കൊടുത്തതാ, ഇവൻ അനുസരിച്ചില്ല. എൻ്റെ വല്യപ്പച്ചൻ പിതാവാം ദൈവത്തിൻ്റെ കോടതിയിൽ നിന്ന് തള്ളപ്പെട്ടു. പോ, നിത്യനരകത്തിലേക്ക് പോ.
രണ്ടാമത്തെ കോടതി യേശുവിൻ്റെ കോടതിയാണ്. വിശ്വസ്ത സാക്ഷിയായി മറുപടി പറയേണ്ടത് പച്ചവെള്ളമാണ്. എൻ്റെ അപ്പനെ വിളിച്ചു, ഏബ്രഹാം എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഏബ്രഹാം, നീ എൻ്റെ വകയാണോ? എൻ്റെ അപ്പച്ചൻ പറഞ്ഞു, അതെ ആകുന്നു. ജീവപുസ്തകത്തിൽ പേരുണ്ടോ നോക്കടാ, ഉണ്ട്. മറുപടി പറയേണ്ടത് പച്ചവെള്ളമാണ്. പച്ചവെള്ളമാണ് പറയേണ്ടത്. യേശുവേ, ഇന്ന ദിവസം ഇത്ര മണിക്ക് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഇവൻ അങ്ങയോട് ചേർന്നവനാ. റെയ്നഡ് ബോങ്കെ പറഞ്ഞൊരു പ്രസ്താവനയുണ്ട്. പച്ചവെള്ളം പലരെ കാണുമ്പോഴും കണ്ണ് തെറ്റിച്ചേച്ച് പറയും, കർത്താവേ, ഇവൻ എന്നെ പരിചയമുണ്ട്, എന്നെ കുടിച്ചിട്ടുണ്ട്, ഇവൻ എൻ്റെ ആലയങ്ങളിൽ ഇറങ്ങി കുളിച്ചിട്ടുണ്ട്, ഇവൻ്റെ വസ്ത്രങ്ങൾ കഴുകിയിട്ടുണ്ട്, പക്ഷേ യേശുവിനോട് ചേരുവാൻ ഇവൻ എന്നെ ഉപയോഗിച്ചിട്ടില്ല. പരിശുദ്ധാത്മാവ് വിശ്വസ്ത സാക്ഷിയായി സാക്ഷ്യം പറയും. ഇന്ന് ലോകവ്യാപകമായി എന്നെ ശ്രദ്ധിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ മഹോദ്രവത്തിലേക്ക് കയറുന്നതിന് മുന്നമേ എത്ര പേരുണ്ട് യേശുവിനോട് ചേരുവാൻ സ്നാനമേൽക്കാത്തവർ? രണ്ടാം കോടതി അതാ. അവിടെ നിന്നും രക്ഷപ്പെട്ട എൻ്റെ വല്യപ്പച്ചൻ മൂന്നാം കോടതിയിൽ ഞാനങ്ങ് കയറി നിന്നേക്കാൻ പോവാ. പരിശുദ്ധാത്മാവിൻ്റെ കോടതിയാണ്. ഒരു വിശുദ്ധനെ സംബന്ധിച്ച് ഏറ്റവും പ്രയാസം പരിശുദ്ധാത്മാവിൻ്റെ കോടതിയാണ്. പിതാവിൻ്റെ കോടതിയിൽ ഈസിയായി രക്ഷപ്പെട്ടു, പുത്രൻ്റെ കോടതിയിൽ ഈസിയായി രക്ഷപ്പെട്ടു. പരിശുദ്ധാത്മാവിൻ്റെ കോടതി. അന്നന്ന് ഓർമ്മിപ്പിച്ച കുറവുകൾ നീ അന്നന്ന് ഏറ്റു പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾക്കറിയാം അതിന് സാക്ഷി ആരാന്ന്? യേശുവിൻ്റെ രക്തമാണ്. യേശുവിൻ്റെ രക്തമാണ് പറയുന്നത്, കർത്താവേ, ഞാൻ അന്നേരത്തും കഴിയതാ. അവൻ അങ്ങയുടെ മുമ്പിൽ അനുതപിച്ചേറ്റു പറഞ്ഞതോടെ, പാപം വേണ്ട എന്ന് വെച്ച് അനുതപിച്ചേറ്റു പറഞ്ഞതോടെ അന്ന് ഞാൻ അവനെ കഴിയതാ. ഇന്ന് പകൽ 3 പ്രധാന കോടതികളും വെള്ളസിംഹാസന വിധി ഭയങ്കരമാണ്. ഭൂമിയിൽ ജനിച്ചിട്ടുള്ള സകലരെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട്, അന്നേരത്ത് നിങ്ങൾ എന്നോട് മെൻ്റലി റിട്ടയർഡായ ഒരാളിൻ്റെ കാര്യം ചോദിച്ചാൽ അത് ദൈവവും അവനും കൂടെ തീർക്കും. ഞാനും നിങ്ങൾ അതിനകത്ത് ഇടപെടേണ്ട കാര്യമില്ല. അവനെ വിട്, അവനും ദൈവവും കൂടെ തീർക്കട്ടെ. ഇന്ന് പകൽക്കാലം കൃപയാൽ ബുദ്ധിയോടെ ജനിച്ച എനിക്കും നിങ്ങൾക്കും ഈ കോടതിയെ ഫേസ് ചെയ്തേ പറ്റൂ എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ പറഞ്ഞില്ല, ഈ വർഷത്തിൻ്റെ ഒടുവിലത്തെ ഞായറാഴ്ചയായിരിക്കും ഇനി ഞാനത് എടുക്കുന്നെന്ന് തോന്നുന്നു. കാര്യം വരുന്ന ഞായറാഴ്ച കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാനിവിടെ കാണത്തില്ല, വേറൊരു സ്ഥലത്തേക്ക് പോകാതിരിക്കും. അന്നുകൊണ്ട് ഇത് തീരും എന്നെനിക്ക് തോന്നുന്നു. ദൈവസന്നിധിയിൽ നമ്മെ ഒന്ന് താഴ്ത്തുവാൻ കർത്താവ് ദൈവിക ന്യായക്കോടതികളുടെ മുമ്പിൽ നിൽക്കേണ്ടവനാണ് എന്ന ബോധത്തോടെ ഇരിക്കുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. വർഷിപ്പ് ടീം സ്റ്റേജിലേക്ക് പോരെ. ഞാനൊരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക. എല്ലാ കണ്ണുകളും ദയവായി ഒന്ന് അടച്ചാലും, എല്ലാ കണ്ണുകളും ദയവായി ഒന്ന് അടച്ചാലും, കർത്താവെ, ബേമയുടെ മുമ്പിൽ പ്രതിഫലം വാങ്ങുവാൻ അടിയൻ നിൽക്കേണ്ടവനാണ്.